ഡൈവേർട്ട് ചെയ്ത് വന്നാണ് പോസിറ്റിവിസം. അപ്പോൾ പ്രാഗ്മാറ്റിസത്തിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റിനാണ് പ്രാധാന്യം, അങ്ങനെ ചേഞ്ചിനാണ് പ്രാധാന്യം. ഓ ചേഞ്ച് ദ ഷുഡ് ബി പോസിറ്റീവ്. അതിനാണ് പോസിറ്റിവിസം ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പം നമ്മുടെ ലൈഫ്, യൂണിവേഴ്സ്, നമ്മുടെ ആക്ഷൻസ്, ഡീഡ്സ് എല്ലാം തന്നെ പോസിറ്റീവാണ്. പോസിറ്റീവ് ആവുന്ന പറഞ്ഞാൽ ദാറ്റ് ക്രിയേറ്റ് ഓർ കോസ് ഫോർ ദ, അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇംഗ്ലീഷ് പറയണ്ട അല്ലേ, മലയാളത്തിൽ. ഓക്കെ. അപ്പോൾ ഒരു മൂർത്തമായ ഒരു രൂപത്തിന് അല്ലെങ്കിൽ ഒരു വസ്തുവിന്, ഒരു വസ്തുതയെ, അത് നമ്മുടെ മനുഷ്യൻ്റെ നിലനിൽപ്പിനും സമഗ്രമായ വളർച്ചയ്ക്കും ഉതകുന്നതായിരിക്കണം. ഇതാണ് ഒരു പോസിറ്റിവിസ്റ്റ് കൺസെപ്റ്റ്. നമ്മളൊരു കാര്യം ചെയ്യണമെങ്കിൽ അതുകൊണ്ട് ആർക്ക് എന്താ പ്രയോജനം? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ റിസർച്ച് നിങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം? വെറുതെ ആകെ ഒരു പ്രയോജനം എന്താ, നമുക്കൊരു ഡിസർട്ടേഷൻ കക്ഷത്ത് വെച്ച് ഒരു സർട്ടിഫിക്കറ്റും പോക്കറ്റിൽ വെച്ച് പോവുക എന്നുള്ളതിൽ കവിഞ്ഞ് നിങ്ങൾ ഇത്രയും സമയമെടുത്ത് അത് ചെയ്തിട്ട് അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ മനുഷ്യ സമുദായത്തിന് എന്ത്? അപ്പം പോസിറ്റിവിസ്റ്റിക് കൺസെപ്റ്റ് അല്ലെങ്കിൽ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിസർച്ച് പ്രോസസ്സ് ദാറ്റ് ഷുഡ് ജനറേറ്റ് അല്ലെ അത് ഷുഡ് പ്രൊഡ്യൂസ് സംതിങ് കോൺക്രീറ്റ് ഫോർ ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ ഹ്യൂമൻ കൈൻഡ്, either for the nation or for the universe or for the particular state or for a community or for a religion or for an administration, whatever it may be. അപ്പം അതിനൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള സംഭാവന കൊടുക്കുന്ന ഒന്നാണ് പോസിറ്റിവിസ്റ്റ് പാരഡിയം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പോസിറ്റിവിസത്തിൽ തന്നെ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ് ഹ്യൂമാനിറ്റിയാണ്, ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ആണ്, ഹ്യൂമൻ ഗ്രോത്ത് ആണ്, അവന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഐ തിങ്ക് യു ആർ ലിറ്റിൽ ബിറ്റ് ക്ലിയർ അബൌട്ട് ദാറ്റ്. സുജി, ഹലോ? Yes, sir. Okay. Any other doubts? Okay. If not so, we will go to today's session. ഇനി ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. സപ്പോസ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ഒരു കാര്യം ചെയ്യാം. നിങ്ങളിപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, അല്ലെങ്കിൽ ഞാനിതാ ഇവിടെ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇട്ട് വെക്കാം, അത് കുറിച്ചെടുത്തോളാം. ആ മെയിലിലേക്ക് ഞാൻ എൻ്റെ ഇമെയിൽ നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് മെയിൽ ടു മീ. ഇതിൽ സംശയം വരുന്ന സമയത്ത് ഇന്നാണ് അപ്പം തന്നെ, ഇപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ ഇരിക്കുകയാണെങ്കിൽ അപ്പം തന്നെ ഒരു മെയില് സാറേ ഐ ഹാവ് എ ഡൗട്ട് ഇൻ ദിസ് ഏരിയ, പ്ലീസ് ക്ലിയർ ഇറ്റ് എന്ന് അയച്ചു കഴിഞ്ഞാൽ ഇതെന്തുണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്കറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് തിരക്കുകളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ ടിനോൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ, ഇപ്പം തന്നെ ഇതിൽ കൂടുതലും സ്ത്രീകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തുണ്ട്, ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണ്ട, ആ തിരക്കിൻ്റെ നടുവിൽ നിന്നിട്ടാണ് ഇത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് അത് പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴാണോ സംശയം തോന്നുന്നത്, കാരണം നിങ്ങൾക്കത് വായിച്ചു നോക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയം നോക്കിയിട്ടാണ് നിങ്ങൾ വായിക്കുക. അപ്പോൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നി കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങളുടെ ഇമെയിലിൽ ഒരു കൊറി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മെയിൽ ചെയ്ത് തരാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇനി അതർ സോഴ്സസ് റെഫറൻസസ് ഐ വിൽ ഷെയർ ചെയ്യും. ഓക്കെ, അപ്പം എൻ്റെ ഇമെയിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, അപ്പം നമുക്ക് കുറേ ജനറൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ടൈപ്സ് ആൻഡ് നേച്ചർ ആൻഡ് മെത്തേഡ്സ് ഓഫ് റിസർച്ച് ഒക്കെ നമ്മുടെ കഴിഞ്ഞ സെഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതിൽ നമ്മൾ മെയിനായിട്ട് കണ്ടത് എന്തൊക്കെയായിരുന്നു? 2 ടൈപ്പ് ഓഫ് റിസർച്ചാണ്, ഒന്ന് ക്വാളിറ്റേറ്റീവും ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനകത്ത് നമ്മൾ ഇത് കോറിലേഷൻ സ്റ്റഡീസ് കണ്ടു, എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസ് കണ്ടു, അതുപോലെ 3 ടൈപ്പ് കണ്ടു. ഇവിടെ നമ്മൾ സർവേ സ്റ്റഡീസ്, അങ്ങനെയുള്ള കുറേ സ്റ്റഡീസ് നമ്മളിവിടെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ കണ്ടു. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്താണ്?
ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡിസ്ക്രൈബ്സ് ഒരു നിലനിൽക്കുന്ന ഒരു വസ്തുതയെ അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു സന്ദർഭത്തെ അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു പ്രതിഭാസത്തെ വിശദീകരിക്കാൻ വേണ്ടി നാം ഉപയോഗപ്പെടുത്തുന്ന ഒരു റിസർച്ചിനെയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ഒരു ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ പഴയ കാലത്തിലെ അധ്യാപകരുടെ കുട്ടികളോടുള്ള മനോഭാവം, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ടീച്ചർമാരുടെ കുട്ടികളോടുള്ള മനോഭാവം എങ്ങനെയാണ്, ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തും. അപ്പം അത് ആ ഒരു ഫിനോമിനയാണ്. അതായത് അവരുടെ സ്വഭാവം ഇപ്പോൾ ഉള്ള സ്വഭാവം അത് ആ രണ്ട് വേരിയബിൾസിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നു, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഓക്കെ. അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ലീഗൽ, അതായത് നിയമങ്ങളോടുള്ള മനോഭാവം എന്താണ്, പൊതു നിയമങ്ങളോടുള്ള മനോഭാവം എന്താണ്, അല്ലെങ്കിൽ പൊതു നിയമങ്ങളെ കുറിച്ചിട്ടുള്ള അറിവ് എത്രത്തോളം അവർക്കുണ്ട്. അപ്പൊ ഈ വക കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പരിശോധിക്കുന്നു. എന്നിട്ട് പറയുന്നു ഈ കുട്ടികൾക്ക് ഇത്രയൊക്കെ ഉള്ള അവയർനെസ് കേട്ടോ നമ്മുടെ ലീഗലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചത്, അതുകൊണ്ടാണ് അവർ വിവരമില്ലാണ്ട് ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നതും അതേപോലെ തന്നെ വളരെ റഫായിട്ട് വാഹനം റോഡിൽ ഓടിക്കുന്ന ഒരു മര്യാദയിലെ വണ്ടി ഓടിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കും. സോ ദിസ് ടൈപ്പ് ഓഫ് റിസർച്ച് ഈസ് അതർവൈസ് കോൾഡ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുക. ഓക്കെ. ഇനി ഇതിൻ്റെ മീനിങ്, നേച്ചർ, ഡിസ്ക്രിപ്റ്റീവ് സർവേ റിസർച്ച് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് എൻ്റെ ലിറ്ററേച്ചർ ഇറ്റ് ഈസ് അവൈലബിൾ ഹിയർ. അതിൻ്റെ മീനിങ് ഒക്കെ ഏകദേശം ഞാൻ പറഞ്ഞു തന്നെയാണ്. ഇനിയിപ്പോൾ അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇംഗ്ലീഷ് ലൈനൊക്കെ പറഞ്ഞിട്ടുണ്ട്. യു ക്യാൻ ഗോ ത്രൂ ദാറ്റ് ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ജസ്റ്റ് കം ടു ടൈപ്സ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് സർവേ സ്റ്റഡീസ്. അപ്പോൾ എന്താ ഈ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഇത് സർവേ സ്റ്റഡീസ് എന്ന് വന്നത് എന്തുകൊണ്ടാണ്? അതായത് നമ്മൾ പരിശോധിക്കണം, അത് സർവേ ചെയ്യണം, എന്തുകൊണ്ടാണ് ആ ഫിനോമിന അല്ലെങ്കിൽ വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് ദാറ്റ് ഫിനോമിന എന്ന് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ആർ കണ്ടക്ടിങ് എ സർവേ. ഓക്കെ. അപ്പം ടൈപ്സ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് സർവേ സ്റ്റഡീസ് ഉണ്ട്, റിസർച്ചസ് ഉണ്ട്. അതിൽ ഒരു ടൈപ്പാണ് നമുക്ക് സെൻസസ് സർവേ. ഇപ്പോൾ സെൻസസ് സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്കൂളിലെ എത്ര തോളം കുട്ടികൾ റൂറൽ ഏരിയയിൽ നിന്ന് വരുന്നുണ്ട്, എത്ര കുട്ടികൾ അർബൻ ഏരിയയിൽ നിന്ന് വരുന്നുണ്ട്, എത്ര കുട്ടികൾ സെമി അർബൻ ഏരിയയിൽ നിന്ന് വരുന്നുണ്ട്, അതിൽ എത്ര കുട്ടികൾ ഇല്ലിറ്ററേറ്റഡ് പേരൻസിൻ്റെ കുട്ടികളുണ്ട്, എത്ര കുട്ടികൾ സെമി ലിറ്ററേറ്റഡ് ആയിട്ടുള്ള പേരൻസിൻ്റെ കുട്ടികളുണ്ട്, എത്ര കുട്ടികൾ ലിറ്ററേറ്റഡ് ആയിട്ടുള്ള പേരൻസിനുണ്ട്, എത്ര കുട്ടികൾ ഹൈലി പ്രൊഫഷണൽ ആൻഡ് സ്കിൽഡ് ആയിട്ടുള്ള പേരൻസിൻ്റെ കുട്ടികളുണ്ട്. അപ്പം ഈ കാര്യങ്ങളെക്കുറിച്ച് ഇനി അവർ അതല്ലെങ്കിൽ വേറെ ഓരോ ക്ലാസ്സിലും ഓരോ സബ്ജക്റ്റിന് ഇപ്പോൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ കുട്ടികൾ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊരു സ്റ്റഡി നടത്തുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അതർവൈസ് കോൾഡ് സെൻസസ് സർവേ. ഓക്കെ. അപ്പോൾ സെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു വാക്കാണ്. ഓക്കെ. അതിന് അതിൻ്റേതായിട്ടുള്ള ചില സ്ട്രെങ്ത്തുകളുണ്ട്, അതേപോലെ തന്നെ ദർ ആർ സർട്ടൻ ലിമിറ്റേഷൻസ്. കൃത്യമായിട്ട് വേരിയബിൾസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് വരുന്നില്ല എന്നുള്ളതൊക്കെ അതിൻ്റെ ലിമിറ്റേഷനായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇനി സാമ്പിൾ സർവേ നമ്മൾ ആദ്യം കണ്ട ഒരു ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സെൻസസ് സർവേ ആണ്. രണ്ടാമത്തെ ടൈപ്പിനെ നമ്മൾ സാമ്പിൾ സർവേ എന്ന് പറയുന്നു. ഇപ്പം സാമ്പിൾ സർവേ മീൻസ് അത് റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനെ ഗ്യാദർ ചെയ്യുക. ഇപ്പോൾ റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനെ ഗ്യാദർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഫ്രം എ സർട്ടൻ സാമ്പിൾ. അപ്പോൾ നമ്മളൊരു സാമ്പിൾ എടുത്തിട്ട് ആ സാമ്പിളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ആവശ്യമുള്ള ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാം. അതിനെയാണ് നമ്മൾ സാമ്പിൾ സർവേ എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സെൻസസ് സർവേയിൽ അത് കംപ്ലീറ്റ് സാമ്പിൾ അല്ല നോക്കുന്നത്, എൻ്റയർ പോപ്പുലേഷൻ തന്നെ അതിനകത്ത് നമ്മൾ നോക്കുന്ന രീതിയിലേക്കാണ്. പക്ഷെ സാമ്പിൾ സർവേയിൽ നമ്മുടെ ആട്രിബ്യൂട്ട്സ്, വേരിയബിൾസിൻ്റെ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ വേരിയബിൾസിനെ തന്നെ
ഒരു പർട്ടിക്കുലർ പോപ്പുലേഷൻ്റെ ഒരു സാമ്പിൾ എടുത്തിട്ട് നമ്മൾ പരിശോധിച്ചു നോക്കാം. ദിസ് ഈസ് അതർവൈസ് കോൾഡ് എ സാമ്പിൾ സർവേ. ഓക്കെ, ഇപ്പം അതിന് കുറേ കാരണങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെൻസസ് അല്ലെങ്കിൽ ഹോൾ പോപ്പുലേഷനൊക്കെ പരിശോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അപ്പം അതുകൊണ്ട് എല്ലാ ചോറിൻ്റെ ചോറ് വെന്തോ നോക്കാൻ എല്ലാ വിറ്റും പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞെക്കി നോക്കേണ്ട കാര്യമില്ല. അതിൽ കുറച്ച് വറ്റെടുത്ത് നോക്കിയാൽ മതി, സാമ്പിൾ മാത്രം എടുത്താൽ മതി. അപ്പം ഒരു സാമ്പിൾ എടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അതിൻ്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്തു അല്ലേ? അതേപോലെ തന്നെ നമുക്ക് കുറച്ച് സ്പീഡിൽ ചെയ്യാൻ പറ്റും. കാരണം ഒരുപാട് വലിയ ഒരു പോപ്പുലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ സംഗതികൾ പഠിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് വളരെ സ്പീഡിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ വിപുലമായിട്ട്, കാരണം ഒരു സാമ്പിൾ എടുത്തിട്ട് നമ്മൾ പറഞ്ഞു, അതായത് 2 വറ്റെടുത്തിട്ട് നമ്മൾ പറയണത് ചോറ് മൊത്തം പൊന്തും എന്നാണ് പറയുന്നത് അല്ലേ? അപ്പം അതിൻ്റെ സ്കോപ്പ് വലുതാണ്. അതുപോലെ തന്നെ ആക്യുറസി വിൽ ബി ഗ്രേറ്റർ ആക്യുറസി. അപ്പം ഇത്രയും ഘടകങ്ങളാണ് അതിനകത്ത് ഈ നമ്മുടെ ഇതിൻ്റെ റീസൺസ് സാമ്പിൾ എടുക്കാനുള്ള കാരണങ്ങളായിട്ട് പറയുന്നത്. പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പലതും ഉണ്ട്. അപ്പം അത് ദാറ്റ് യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് ആൻഡ് കം വിത്ത് സെർട്ടൻ ഡൗട്ട്സ്. ദെൻ ക്രോസ് സെക്ഷണൽ സർവേസ്. അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഈ ഇതിനകത്ത് സാമ്പിൾ സർവേ എന്ന് പറയുന്ന സമയത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, അതിലെ ഈ വേരിയബിൾസ് ഒക്കെ പരിശോധിക്കുന്നത് അതിനകത്ത് ഉണ്ട്. അതുകൊണ്ട് ആ ഒരു മെച്ചം അതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് ഉദാഹരണത്തിന് നമ്മളിപ്പം കുട്ടികളുടെ അല്ലെങ്കിൽ പേരൻസിൻ്റെ അല്ലെങ്കിൽ ബസ് കണ്ടക്ടേഴ്സിൻ്റെ ഒക്കെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എക്സ്ക്യൂസ് മീ attitude of bus conductors towards children and their anxiety level in സ്കൂൾ കോംപ്ലക്സ് അല്ലേ? അപ്പോൾ ആ ഒരു സ്റ്റഡി കൊടുക്കുന്ന സമയത്ത് ആ ആറ്റിറ്റ്യൂഡ്, അപ്പം അതിന് ഈ ലോകത്തുള്ള എല്ലാ ബസ് കണ്ടക്ടർമാരുടെയും കുട്ടികളെയും നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല, കുറച്ച് കുട്ടികളുണ്ട് അല്ലേ? അതേപോലെ നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾ വളരെ മോശം പഠനത്തിലേക്ക് വന്നു. അതായത് മറ്റേ ലോ അച്ചീവേഴ്സാണ്. അപ്പോൾ ലോ അച്ചീവേഴ്സ് ആവുന്നതിൻ്റെ കാരണങ്ങളെ കുറിച്ചിട്ട് പരിശോധിക്കും. അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ ടീച്ചിങ് സ്കില്ലുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ പരിശോധിക്കുക. അപ്പോൾ ഇതൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് സാമ്പിൾ സർവേ സ്റ്റഡി നടത്താം. ഒരുമാതിരി ഒട്ടുമുക്ക കുട്ടികളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റഡിമേ തന്നെ തൂങ്ങി പിടിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. കാരണം അതെന്താണ് അതിൻ്റെ കാരണം എന്ന് എനിക്കറിയില്ല. അതായത് ചില ആൾക്കാർ പറയും അത് ഭയങ്കര സംഭവമാണ്, കാരണം 2 വേരിയബിൾ പരിശോധിക്കണം എന്നൊക്കെ അങ്ങനെ പറയണ കേൾക്കാം. അതുകൊണ്ടൊന്നുമല്ല. എനി ഹൗ മേ ബി കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ളതാണെന്ന് തോന്നിയോണ്ടായിരിക്കണം. കാരണം സാമ്പിൾ എടുത്താൽ മതിയല്ലോ, വലിയ പോപ്പുലേഷൻ നോക്കേണ്ട കാര്യം അതുകൊണ്ടായിരിക്കണം. ദെൻ മൂന്നാമത്തെ ടൈപ്പ് നമുക്ക് വരുന്നത് ഈ ക്രോസ് സെക്ഷണൽ സർവേ എന്ന് പറയും. ക്രോസ് സെക്ഷണൽ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് 2 തരത്തിൽ പലതരത്തിൽ ചെയ്യാൻ പറ്റും തന്നെ പറയും. അതായത് ഇവിടെ നമ്മൾ സാമ്പിൾ എടുക്കുമല്ലോ, ആ സാമ്പിളിങ് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ സാമ്പിളിങ് പലതരത്തിലുണ്ട്. അതായത് നമുക്ക് റാൻഡം ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡ് ആയിട്ട് എടുക്കാം. റാൻഡം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ മൊത്തം ഹൈസ്കൂളുകളിൽ കേരളത്തിലെ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലെ ഹൈസ്കൂൾ സ്റ്റുഡൻസിൻ്റെ സയൻസ് ലേണിങ്ങിനോടുള്ള മോട്ടിവേഷൻ ലെവൽ പരിശോധിക്കുക. അപ്പം അതിനിപ്പം നമ്മുടെ സ്കൂളുകളിലെ എല്ലാ കുട്ടികളുടെയും എടുത്ത് പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒരു 360 കുട്ടികളെ നമ്മളെടുക്കും. 360 കുട്ടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നല്ലൊരു സാമ്പിളാണ് ഈ 360 എന്ന് പറയുന്നത്. പക്ഷേ ഈ 360 എന്ന് പറഞ്ഞാൽ സാധാരണ PhDക്കൊക്കെയാണ് ഉപയോഗിക്കുക. നിങ്ങളിപ്പോൾ ഇവിടെ ഡ്രൈവിംഗ് പഠിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിങ്ങളുടെ ഗൈഡുമായിട്ട് സംസാരിച്ചിട്ട് ചുരുക്കി ചെയ്യും. ഓക്കെ, നമ്മളത് പഠിക്കുകയാണ്, ലേണിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ബെൻസ് കാറോ അല്ലെങ്കിൽ മറ്റേ ലാൻഡ് ക്രൂയിസർ ഒന്നും വേണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് കിട്ടുന്ന ഒരു മാരുതി 800 സാമ്പിളിനകത്ത് നമുക്ക് ഓടിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട്
ഓക്കെ. അപ്പം ഈ സാമ്പിള് എടുത്തിട്ടാണ് ആ സാമ്പിളിൻ്റെ അട്രിബ്യൂട്ട്സ് ആണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ അതിന് ഡിഫറൻറ്റ് ടൈപ്സ് ഉണ്ട്. അത് റാൻഡം ആയിട്ട് എടുക്കുക. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യണു, നമ്മുടെ അടുത്തുള്ള സ്കൂളുകളിൽ ഒരു 10 എടുത്തു. പിന്നെ അതിൻ്റെ അപ്പുറത്ത്. അപ്പം അങ്ങനെ ഒരു റാൻഡം ആയിട്ട് അതിന് എന്തെങ്കിലും ഒരു ലോജിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുക ആ സമയത്ത്. ഓക്കെ, അത് നമ്മുടെ ബുദ്ധി അനുസരിച്ചിരിക്കും. അതിന് റാൻഡം ഒരു സാമ്പിൾ എടുക്കും. അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റിഫൈഡ് ആയിട്ടുള്ള സാമ്പിൾ, ഒരു സ്ട്രാറ്റ തിരിക്കും. അതായത് ഇപ്പം ഇന്ന ഏരിയയിലുള്ള സ്കൂളുകൾ, അത് റൂറൽ ഏരിയ സ്കൂളുകളാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് സാമ്പിൾ, പിന്നെ മറ്റേ അർബൻ, സെമി അർബൻ, അങ്ങനെ ഒരു സ്ട്രാറ്റ തിരിച്ചിട്ട് അതിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ സയൻസ് സ്ട്രാറ്റ തിരിച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ക്ലസ്റ്ററുകളായിട്ട് തിരിക്കാം. കുറേ ക്ലസ്റ്ററുകൾ രൂപീകരിച്ചിട്ട് ഇപ്പം 3-4 സ്കൂളുകളുടെ ഒരു ക്ലസ്റ്റർ അതിൽ നിന്ന് സാമ്പിൾ എടുത്തു. അതേപോലെ വേറെ 3-4 സ്കൂളുകളുടെ ഒരു ക്ലസ്റ്റർ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് സാമ്പിൾ. ഇങ്ങനെ വിവിധ തരത്തിലുള്ള സാമ്പിളിങ് എന്തായാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാതെ കൊണ്ട് ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അപ്പം ഈ സാമ്പിളിങ് എടുക്കുമ്പോൾ ഇപ്പം നമ്മൾ ഒരു 2 വേരിയബിളാണ് പഠിക്കുന്നതെന്ന് വിചാരിക്കും. ഇപ്പം എയും ബിയും അത് തമ്മിലുള്ള കോറിലേഷനാണ് നമ്മൾ പഠിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഇവിടെ നമുക്ക് ചിലപ്പോൾ കൂടുതൽ വേരിയബിൾസ് വേണമെന്ന് തോന്നും. അപ്പോൾ കൂടുതൽ വേരിയബിൾസിനെ ഉൾപ്പെടുത്തുക. ഫോർ എക്സാമ്പിൾ, എ എന്ന വേരിയബിളിന് ബി, സി, ഡി ഈ 3 വേരിയബിളുമായിട്ടുള്ള ബന്ധത്തെ നമ്മൾ പഠിക്കുന്നു. ഒരു ഉദാഹരണത്തിന് കുട്ടികളുടെ മോട്ടിവേഷൻ, ആ മോട്ടിവേഷൻ അത് എ, അതിൻ്റെ പരിശോധന നമ്മൾ നടത്തുന്ന ബി എന്ന വേരിയബിള് സയൻസ് സബ്ജക്റ്റ്, സി ലാംഗ്വേജ് സബ്ജക്ട്സ്, ഡി മാത്തമാറ്റിക്സ്. അപ്പോൾ ഈ 3 വേരിയബിളിലേക്ക് അപ്പോൾ ഇത് എന്താകുന്നു, ഒരു ക്രോസ് സെക്ഷണൽ സ്റ്റഡി ആകും. ഇനി അതും അല്ലെങ്കിൽ അപ്പോൾ വേരിയബിൾസ്, ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡിഫറൻറ്റ് സാമ്പിൾസ് എടുത്തിട്ട് ഇത് രണ്ടിനെയും നമുക്ക് ക്രോസ് സെക്ഷണൽ സർവേ എന്ന് പറയാൻ പറ്റും. ഓക്കെ. അപ്പം നമുക്ക് ക്രോസ് സെക്ഷണൽ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഒന്ന് സിംഗിൾ വേരിയബിളും മറ്റൊന്ന് മൾട്ടിപ്പിൾ വേരിയബിൾസും. റൈറ്റ്. ദെൻ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് എന്ന് പറയും. ഇതിനെ നമ്മൾ സാധാരണയായിട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ സർവേ എന്ന് പറയുമ്പോൾ അതിനെ ട്രെൻഡ് സ്റ്റഡി എന്ന് ചിലർ വിളിക്കാറുണ്ട്. അതുപോലെ കൊഹർട്ട് സ്റ്റഡീസ് എന്ന് പറയാറുണ്ട്. അതേപോലെ പാനൽ സ്റ്റഡീസ് എന്ന് പറയാറുണ്ട്. ഇങ്ങനെ 3 തരത്തിലുള്ള സ്റ്റഡീസ് ആയിട്ട് ഇതിനകത്ത് പറയാറുണ്ട്. ഇവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ സർവേ എന്ന് പറയുന്നത് ഒരു ഒന്നോ ഒന്നിലധികമോ വേരിയബിൾസിൻ്റെ സ്റ്റാറ്റസിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യലാണ്. ഒരു പാരലായിട്ട് ലോഞ്ചിറ്റ്യൂഡിലായിട്ട് ഒരേ ടൈമിൽ അല്ലെങ്കിൽ ഒരു ടൈം ഓർഡറിൽ, ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ പരിശോധിക്കുന്നതിനെയാണ് സാധാരണഗതിയിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സർവേ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്ന് പാനൽ സ്റ്റഡി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. പാനൽ സ്റ്റഡി എന്ന് പറയുന്നതിൽ ഒരേ ഗ്രൂപ്പിലുള്ള സാമ്പിൾ, ഒരേ ഗ്രൂപ്പിൽ നിന്ന് തന്നെയുള്ള റെസ്പോണ്ടൻസിനെയാണ് ഒരേ പീരീഡിൽ നമ്മൾ പഠിക്കുന്നത്. ഒരു പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിലുള്ള സാമ്പിളിനെ എടുത്തിട്ട് ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് നമ്മൾ പഠിക്കുന്നു. ദിസ് ഈസ് അതർവൈസ് കോൾഡ് എ പാനൽ സർവേ, ലോഞ്ചിറ്റ്യൂഡിനൽ സർവേ റിസർച്ച് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ ടൈപ്പ് നമുക്ക് ട്രെൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ സർവേ, ട്രെൻഡ് സർവേസ് എന്ന് പറയും. ട്രെൻഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് ട്രെൻഡൊക്കെ ഒരു കുറച്ച് കാലത്തേക്ക് നിൽക്കുന്നതാണ് അല്ലേ. ഓക്കെ. ഇത്തരത്തിലുള്ള സ്റ്റഡീസിൽ സാധാരണ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ
പ്ലേസിൽ നിന്ന് തന്നെ ഡാറ്റ പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്പം ഉണ്ടായിരുന്ന ട്രെൻഡ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ടീച്ചർ എഡ്യൂക്കേഷൻ എടുക്കുക. ടീച്ചർ എഡ്യൂക്കേഷനകത്ത് ഫസ്റ്റ് സെമസ്റ്ററിനകത്ത് കുട്ടികളുടെ ട്രെൻഡ് എന്താണ്? ഐ മീൻ ആ കുട്ടികളുടെ കോമ്പിറ്റൻസി അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ടീച്ചർ പേഴ്സണാലിറ്റി, ഈ വക ഘടകങ്ങൾ അത് ഫസ്റ്റ് സെമസ്റ്റർ എങ്ങനെയായിരുന്നു? അത് ഇനി നമ്മുടെ തേർഡ് സെമസ്റ്റർ ഒക്കെ കഴിയുമ്പോൾ ടീച്ചിങ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഇന്റേൺഷിപ്പൊക്കെ കഴിയുമ്പോഴേക്ക് കുട്ടികളാകെ മാറി അല്ലേ? ഇപ്പോൾ നമ്മുടെ ബി എഡ് കോഴ്സിനൊക്കെ വരുന്ന സമയത്ത് നമുക്കറിയാം ഈ കുട്ടികൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യ കാലഘട്ടത്തിലൊക്കെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്ന് വരുന്ന കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ടീച്ചിങ് പ്രാക്ടീസ് കഴിയുമ്പോൾ അവരുടെ ട്രെൻഡ് മാറി. അപ്പം ഡിഫറെൻ്റ് ഫേസസിൽ ഒന്നുകിൽ ഒരേ പോപ്പുലേഷനോ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ഗ്രൂപ്പ്സ് ഓഫ് സാമ്പിൾസ് എടുത്തുകൊണ്ടോ നമുക്ക് ചെയ്യുന്ന സ്റ്റഡീസിനെയാണ് സാധാരണ ട്രെൻഡ് സ്റ്റഡീസ് എന്ന് പറയാം. ദെൻ മൂന്നാമത്തെ ടൈപ്പ് സ്റ്റഡീസ് എന്ന് പറയുന്നത് കൊഹർട്ട് സ്റ്റഡീസ് എന്നാണ്. അവിടെ സ്പെസിഫിക് പോപ്പുലേഷൻ മാത്രം എടുത്തിട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ സർവേ നടത്തുന്നതിനെയാണ് കൊഹർട്ട് സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഒരു ഉദാഹരണത്തിന് ഒരു പർട്ടിക്കുലർ ജില്ലയിലെ ടീച്ചർ എഡ്യൂക്കേഷനിൽ ഇപ്പം NCT കൊണ്ടുവന്ന എന്തെങ്കിലും ഒരു പ്രോഗ്രാമാണെന്ന് വരും, അല്ലെങ്കിൽ ഇപ്പം ഇപ്പം ഈ റീസെൻ്റായിട്ട് കുറച്ച് മുമ്പ് NCT കൊണ്ടുവന്ന ഒരു കാര്യമുണ്ട്, അതായത് ഇൻ്റഗ്രേറ്റഡ് ICT ടീച്ചർ എഡ്യൂക്കേഷൻ. അപ്പോൾ ആ ഒരു പ്രോജക്റ്റിനെ കുറിച്ചിട്ട് നമ്മളൊരു സർവേ നടത്തുകയാണെന്ന് വിചാരിക്കും. അപ്പം അത് ഒരു വലിയ പോപ്പുലേഷനിൽ സ്പെസിഫിക് ആയിട്ടുള്ള സാമ്പിൾസ് റെസ്പോൺസിന് എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് അതർവൈസ് കോൾഡ് കൊഹർട്ട് സ്റ്റഡീസ്. റൈറ്റ്. നൗ ഇവിടെ ഇത്രയും ടൈപ്പ് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമുക്ക് പ്രധാനമായിട്ട് വരുന്നൊരു റിസർച്ച് സർവേ റിസർച്ച് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് സർവേ എന്ന്. കമ്പാരിറ്റീവ് സർവേ എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് ഒരു ചെറിയ ഐഡിയ കിട്ടും. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, റൈറ്റ്. മുഹമ്മദ് എന്താ ലെഫ്റ്റ് ആയില്ലോ? മുഹമ്മദിന് മതി. ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ, റൈറ്റ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ പറഞ്ഞതിനെ കുറിച്ചിട്ട് ക്ലിയർ അല്ലാത്ത കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞിട്ട് പോവുമായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ എൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് കുറച്ച് സ്പീഡിലത് തീർക്കണ്ടേ, അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു പോയിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഘടകങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ പറയാം, ചോദിച്ചോ. ഒന്നുമില്ല ഇല്ലെങ്കിൽ ഞാൻ അടുത്തതിലേക്ക് പൊക്കോട്ടെ. ഹലോ, കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ടോ? ഒന്നുകിൽ നിങ്ങൾ കേട്ടതൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? ഞാൻ എന്തോ പറഞ്ഞു, ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ പോയി, പക്ഷെ ആ സ്പീഡിൽ പോയില്ലേ നമുക്ക് തീരില്ല. അതായത് നിങ്ങൾ ആ സ്പെസിഫിക് ടെർമിനോളജി ഒന്ന് മനസ്സിലാക്കിയിട്ട് പോവുക. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യാം. നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ അതിൻ്റെ മീനിങ് ഏകദേശം ഞാൻ പറഞ്ഞു. നമ്മളൊരു കാര്യത്തിൻ്റെ ഇത് ഡിസ്ക്രൈബ് ചെയ്യുകയാണ്, ഒരു ഫിനോമിന അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ്, അതിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സർവേ സ്റ്റഡീസാണ് സാധാരണ ഉപയോഗിക്കുക. അപ്പോൾ സർവേ എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു പോപ്പുലേഷൻ ഉണ്ടാവും. ഒന്നുകിൽ എൻ്റർ പോപ്പുലേഷൻ എടുക്കും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞെങ്കിൽ പോപ്പുലേഷനിൽ നിന്നുള്ള ഒരു സാമ്പിൾ എടുക്കും. ആ സാമ്പിളിൽ നിന്ന് നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ എടുക്കും. ആവശ്യമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മുടെ റിസർച്ച് പ്രോബ്ലത്തിനെ സാധൂകരിക്കുന്നതിന് ആവശ്യമുള്ള ഡാറ്റ അല്ലെങ്കിൽ ദത്തങ്ങളെ നാം അവരിൽ നിന്ന് കളക്ട് ചെയ്യും. ആ കളക്ട് ചെയ്യുന്നതിനെയാണ് പിന്നീട് നമ്മൾ, അപ്പോൾ ഇതിനെയാണ് എന്ന് പറയുന്ന സർവേ സ്റ്റഡീസ് എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് സർവേ സ്റ്റഡീസ്. അതിൽ നമ്മളൊരു ടൈപ്പാണ് പഠിച്ചത് സെൻസസ് സ്റ്റഡീസ്. സെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാതിരുന്നത്. നമ്മുടെ സ്കൂളുകളിൽ എത്ര കുട്ടികൾ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഒരു സംഗതി എത്രത്തോളം കുട്ടികൾ അതിൽ വരുന്നുണ്ട്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ സ്കൂളുകളിൽ വരുന്നുണ്ട് എന്നത് പരിശോധിക്കുന്നു. ഓക്കെ, അപ്പോൾ അതൊരു സെൻസസ് സർവേ ആയിട്ടാണ് വരുന്നത്. ഇനി നമ്മൾ രണ്ടാമത് പഠിക്കുന്ന ഒരു സാധനം സാമ്പിൾ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പോപ്പുലേഷനിൽ നിന്ന്, പോപ്പുലേഷൻ മുഴുവൻ എടുത്ത് പഠിക്കാതെ, സെൻസസിൽ നമ്മൾ മിക്കവാറും പോപ്പുലേഷൻ എടുക്കുന്നു. ഇവിടെ സാമ്പിൾ സർവേയിൽ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പോപ്പുലേഷനിൽ കുറച്ച് ആളുകളെ മാത്രം എടുത്തിട്ട് അവരെ പരിശോധിച്ചിട്ട്, അതായത് ആക്ച്വലി ദാറ്റ് സാമ്പിൾ ഷുഡ് റെപ്രസെന്റ് ദ എൻ്റയർ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനെ മുഴുവൻ പ്രതിനിധീകരിക്കുന്ന ഒരു വിഭാഗത്തെ മാത്രം എടുത്ത് പരിശോധിച്ചിട്ട് നമ്മുടെ റിസൾട്ട് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ആളുകൾ മുഴുവൻ ഇങ്ങനെയാണ് അല്ലേ. ഇപ്പം ഈ നമ്മൾ ടൂറൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലർ വന്നിട്ട് പറയും, അയ്യോ അവർ ഭയങ്കര ചൂടന്മാരാന്ന് പറയും, ജനറലൈസ് ചെയ്തിട്ട് അല്ലേ. ചിലർ പറയും, അയ്യോ അവർക്ക് ഭയങ്കര സ്നേഹമാണ് കേട്ടോ നമ്മളോടെന്ന് പറയും. രണ്ടഭിപ്രായം വരാം. അപ്പൊ ഈ അസംഷൻ എങ്ങനെയാ ഉണ്ടായത്? നമ്മൾ പോയി അവിടെയുള്ള ആളുകളുടെ ആ സാമ്പിൾ കണ്ടിട്ടാ പറയണത് അല്ലേ. പക്ഷെ ആ സാമ്പിളിങ് ശരിയായിക്കൊള്ളുന്നില്ല. ചിലപ്പം ഇവിടെ മധുരക്കാരെ പോലെ ആയിരിക്കില്ല തൃശ്ശൂർക്കാരെ പോലെ ആയിരിക്കില്ല കോയമ്പത്തൂർ പോലെ ആയിരിക്കില്ല തഞ്ചാവൂരുകാർ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടാകും. അപ്പം നമ്മളെ ഒരു സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ അസംഷൻ പറഞ്ഞത്, തമിഴന്മാർ മുഴുവൻ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പം ആ സാമ്പിൾ വെച്ച് പോപ്പുലേഷനിലേക്ക് നമ്മൾ പറയും ഇന്നതാണ് സംഗതി എന്നുള്ളത്. അതിന് നമ്മൾ നടത്തുന്ന സ്റ്റഡിയെ നമ്മൾ സാമ്പിൾ ഡിസ്ക്രിപ്റ്റീവ് സർവേ സ്റ്റഡി എന്ന് നമുക്ക് പറയാം. ഓക്കെ, ദെൻ അതിൽ തന്നെ നമ്മൾ മൂന്നാമത്തെ ടൈപ്പ് പഠിച്ചത് ക്രോസ് സെക്ഷണൽ സർവേ എന്നുള്ളതാണ്. അതായത് ഒരു സെക്ഷൻ മാത്രമല്ല, ആ സെക്ഷനിൽ നിന്ന് വ്യത്യാസപ്പെട്ടിട്ട് നമ്മൾ പരിശോധിക്കുന്നു. അതായത് പല സെക്ഷനുകളിലായിട്ട് നമ്മളത് പരിശോധിക്കുന്നു. അപ്പോൾ ഒരു വേരിയബിൾ തന്നെ ആ വേരിയബിളിനെ പല സെക്ഷനുകളിൽ, ഇപ്പം ആൺകുട്ടികളിൽ നോക്കാം, പെൺകുട്ടികളിൽ നോക്കാം, അല്ലെങ്കിൽ വയസ്സായ ആളുകളിൽ നോക്കുന്നു, അല്ലെങ്കിൽ ടീച്ചേഴ്സിൽ നോക്കുന്നു അല്ലേ. അപ്പോൾ ഡിഫറെൻ്റ് നേച്ചേഴ്സ് ഉള്ള ഡിഫറെൻ്റ് സെക്ഷനിൽ നമ്മൾ പരിശോധിക്കുകയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് പറയാം, നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയത്തോടുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, മനോഭാവം എന്താണ്. അപ്പം അത് നമുക്കൊരു സെക്ഷൻ നമുക്ക് സ്കൂളിലെ ടീച്ചേഴ്സിന് എടുക്കാം. പിന്നെ ഒരു സെക്ഷൻ നമ്മൾ ഹയർ എഡ്യൂക്കേഷനിലെ കുട്ടികളെടുക്കാം. ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വേറെ പണികളിലൊക്കെ ഏർപ്പെടുന്ന ആളുകളോട് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് രാഷ്ട്രീയക്കാരെടുക്കാം. ഓക്കെ, അപ്പോൾ ഡിഫറെൻ്റ് സാമ്പിൾസ് അതിനെ സെക്ഷനായിട്ട് എടുക്കാം. ഇനി വേറൊരു ടൈപ്പ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ, ഇത് ഒരു സിംഗിൾ വേരിയബിൾ വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നതും അതേപോലെ തന്നെ ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് വെച്ചുകൊണ്ട് ചെയ്യുന്നത്. ഒരു ഉദാഹരണത്തിന് കുട്ടികളുടെ ലേണിംഗ് അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്ന ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ആ വേരിയബിളിൻ്റെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് നമ്മൾ പരിശോധിക്കാം. ലേണിംഗ് അച്ചീവ്മെൻറ്റിനെ കോറിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബന്ധപ്പെടുത്തുന്ന ഘടകങ്ങൾ അവരുടെ ഇൻ്റലിജൻസ് ആകാം, പിന്നെ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആകാം. അപ്പം ഒരു രണ്ടോ മൂന്നോ വേരിയബിൾസ് എടുത്തിട്ട് അതെല്ലാം മറിച്ചും ചെയ്യാം. ഓക്കെ, കുട്ടികളുടെ ലേണിംഗ് അച്ചീവ്മെൻറ്റ് നമ്മൾ പരിശോധിക്കുന്നു, ഒപ്പം തന്നെ അവരുടെ പർട്ടിക്കുലർ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് നമ്മൾ പരിശോധിക്കുന്നു. ഇത്തരത്തിലുള്ള സ്റ്റഡീസിന് നമ്മൾ ക്രോസ് സെക്ഷണൽ സ്റ്റഡീസ് എന്ന് പറയാം. ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ
നമ്മൾ ചെയ്ത് തീർക്കുന്നതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സർവേ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ 3 ടൈപ്പ് കണ്ടു. പാനൽ സ്റ്റഡീസ് കണ്ടു, ട്രെൻഡ് സ്റ്റഡീസ് കണ്ടു, കോഹർട്ട് സ്റ്റഡീസ് കണ്ടു. ഓക്കെ, so this is all about, we have to just simply talk about the survey, descriptive survey researches. Now we are going to the comparative survey. Okay, comparative survey എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഇറ്റ് ഈസ് എ കമ്പാരിസൺ. ഓക്കെ, അതായത് ഒരു സ്റ്റാറ്റസിനെ, ഒരു ഫിനോമിനയുടെ നിലനിൽക്കുന്ന സ്ഥിതിഗതിയെ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക പ്രകൃതിയെ അത് 2 3 വേരിയബിൾസ് ആയിട്ടോ അല്ലെങ്കിൽ അത് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളുമായിട്ടോ ഒക്കെ കമ്പയർ ചെയ്തുകൊണ്ട് പറയുന്നതിനാണ് കമ്പാരിറ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ BEd കോളേജിൽ എടുക്കുക, അല്ലെങ്കിൽ ഇഗ്നോയിൽ പഠിക്കുന്ന കുട്ടികൾ, ഇഗ്നോയിൽ പഠിക്കുന്ന കുട്ടികളും പിന്നെ വേറെ ഏതെങ്കിലും ഇപ്പോൾ മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കും. അപ്പം ഈ 2 കുട്ടികളുടെയും മറ്റേ ടീച്ചർ അല്ലെങ്കിൽ PG എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ അവരുടെ ലേണിംഗ് അച്ചീവ്മെൻറ്റ് പരിശോധിക്കുന്നു. ദിസ് ഈസ് സിംപിളി കോൾഡ് എ കമ്പാരിറ്റീവ് സർവേ. ഓക്കെ, അപ്പം 2 ഗ്രൂപ്പുകൾ അവരുടെ അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ ആട്രിബ്യൂട്ട്സ് അതിന് നമ്മൾ കമ്പയർ ചെയ്യുന്നു. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറയാറില്ലേ, ഈ മറ്റേ മലയാളീസിൽ തന്നെ തിരുവനന്തപുരത്ത് പോയ ആൾക്കാരുടെ സ്വഭാവവും എറണാകുളത്ത് വന്ന ആൾക്കാരുടെ സ്വഭാവവും കോഴിക്കോട് പോയ ആൾക്കാരുടെ സ്വഭാവവും വ്യത്യാസമാണ്. ഒരു കമ്പാരിസനാണ്, റൈറ്റ്? അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള കമ്പാരിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി സർവേ നടത്തുന്നതിനാണ്. അപ്പം എന്ത് ചെയ്യും, നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ, ഇപ്പോൾ മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ടീച്ചർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ MA എഡ്യൂക്കേഷൻ ചെയ്യുന്ന കുട്ടികൾ, അവരുടെ അച്ചീവ്മെൻറ്റ്, ഇഗ്നോയിൽ പഠിക്കുന്ന കുട്ടികളുടെ അച്ചീവ്മെൻറ്റ്, ഇത് രണ്ടും എടുക്കുന്നു, അവരുടെ റിസൾട്ട് എടുക്കുന്നു. ആ റിസൾട്ട് എടുത്തിട്ട് ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്തിട്ട് അത് മാത്രമല്ല, അവരുടെ റിസർച്ച് സ്കില്ല് പരിശോധിക്കുന്നു, അവരുടെ ടൈം പരിശോധിക്കുന്നു. എത്ര ഡ്യൂറേഷനാണ് മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റി, എത്ര ടൈമാണ് ഇഗ്നോയിലുള്ളത്, അതേപോലെ എത്ര കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്, എത്ര അവേഴ്സാണ് അവർ ഇത് ക്ലാസ്സുകൾ കൊടുക്കുന്നത്, അവർ കൊടുക്കുന്ന സ്റ്റഡി മെറ്റീരിയൽസ് എത്രയാണ്, അവരുടെ കരിക്കുലം എത്രത്തോളം. ഇത് മുഴുവൻ കമ്പയർ ചെയ്തിട്ട് ഒരു സർവേ നടത്തിയിട്ട് നമ്മളൊരു റിസൾട്ട് പറഞ്ഞതിന് കമ്പാരിറ്റീവ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് സർവേ എന്ന് പറയുന്നു. അതിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന 3-4 ഘടകങ്ങളിൽ ഒന്ന് കമ്പാരിസൺ ഓഫ് പോയിന്റ്സ്. അപ്പം എന്താണ് അതിൽ കമ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വെറുതെ കമ്പയർ ചെയ്യില്ല. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞു MA എഡ്യൂക്കേഷൻ്റെ ഈ 2 കമ്പാരിസൺ, ഇഗ്നോയും മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയും എടുക്കണം. അപ്പം അതിനകത്ത് എന്താണ് സ്പെസിഫിക് ആയിട്ട് കമ്പയർ ചെയ്യേണ്ടത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം അതിനനുസൃതമായിട്ടുള്ള റിവ്യൂ ഓഫ് ലിറ്ററേച്ചറൊക്കെ നടത്തിയിട്ട് നമ്മുടെ മെത്തഡോളജി രൂപപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകും. ഓക്കെ, ദെൻ വേറൊരു ടൈപ്പ് എന്ന് പറയുന്നത് അസംഷൻ ഓഫ് സിമിലാരിറ്റീസ്. അതായത് 2 ഒരേപോലെയുള്ള നേച്ചറുകളുള്ള സംഗതികൾ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യും. അതാണ് ഇപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ഈ കമ്പാരിറ്റീവ് സ്റ്റഡീസിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം ശരിക്കും 2 ഒരേ സിമിലറാണ്. അതായത് മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റി ഇതിനും 2 ഒരേപോലെയാണ്. അപ്പോൾ അത് സിമിലർ ആയിട്ടുള്ള കേസുകളാണ്. ഓക്കെ, ദെൻ ക്രൈറ്റീരിയ ഓഫ് കമ്പാരിസൺ, ക്രൈറ്റീരിയൻ കമ്പാരിസൺ എന്ന് അതിന് പറഞ്ഞു. അവർ ചെയ്യുന്ന അവരുടെ ഒരു ക്രൈറ്റീരിയ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ അതിന് കമ്പയർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ എന്താ പറയുക, PG പ്രോഗ്രാംസ് അല്ലെങ്കിൽ സ്കൂൾ എഡ്യൂക്കേഷൻ പ്രോഗ്രാം തന്നെ, സ്കൂൾ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ CBSE, അതേപോലെ തന്നെ സ്റ്റേറ്റ് ബോർഡ് സ്കൂളുകൾ,
ആ സ്റ്റേറ്റ് ബോർഡ് സ്കൂളുകളിലെ അവരുടെ ക്രൈറ്റീരിയ എന്താണ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് കമ്പാരിസൺ നടത്തുക. ദിസ് ഇസ് അതർവൈസ് വി കോൾ ക്രൈറ്റീരിയ ഓഫ് കമ്പാരിസൺ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിസർച്ച് എന്ന് പറയും. ദെൻ അടുത്ത ടൈപ്പ് റിസർച്ചിനെ നമുക്ക് പറയാം ഇവാലുവേറ്റീവ് റിസർച്ച്. Evaluative research is nothing but it is evaluating the program or the variable or the project or the process. ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനെ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എ പോളിസി, ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന സർവേ റിസർച്ചുകളെയാണ് ഇവാലുവേറ്റീവ് ഡിസ്ക്രിപ്റ്റീവ് സർവേ റിസർച്ചുകൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സമഗ്ര ശിക്ഷ അഭിയാൻ. ഈ സമഗ്ര ശിക്ഷ അഭിയാൻ എന്നുള്ളത് നമ്മുടെ പോളിസിയുടെ ഭാഗമായിട്ട്, എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒക്കെ ഭാഗമായിട്ട് വന്നതാണ് സമഗ്ര ശിക്ഷ അഭിയാൻ. ഈ സമഗ്ര ശിക്ഷ അഭിയാൻ ഭയങ്കര തമാശ കേട്ടോ. സമഗ്ര ശിക്ഷ അഭിയാന് വരുന്നതിന് മുമ്പ് ഈ സാധനത്തിന്റെ പേര് DPP എന്നായിരുന്നു. അറിയോ നിങ്ങൾക്ക്? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ അത് ആദ്യം DPP ആയിരുന്നു, അതായത് ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന സാധനം. അപ്പം അത് വന്ന അവസരത്തിൽ ഞാനിപ്പോൾ ഓർക്കുവാണ്, അന്ന് ഇതിനെതിരെ ശക്തമായൊരു വികാരം നമ്മുടെ കേരളത്തിലെ അധ്യാപകരുടെ. അന്ന് നമ്മുടെ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ സാർ ഉണ്ടായിരുന്നു, സാനുമാഷ് ഉണ്ടായിരുന്നു, പിന്നെ മുരളി പള്ളിപ്പുറം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ജനകീയ പ്രതിരോധ മുന്നണിയൊക്കെ രൂപീകരിച്ചിട്ട് എറണാകുളത്ത് ഇതിനെതിരായിട്ട് സമരം ചെയ്തു. ഇത് ശരിയല്ല, നമ്മുടെ വിദ്യാഭ്യാസത്തെ മുഴുവൻ തകർക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിൽ നിന്നൊക്കെ പിൻവാങ്ങി. കാരണം എന്താണെന്നറിയാം, ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കാര്യങ്ങളും മനസ്സിലാക്കിയപ്പോഴാണ് ഇത് ഭയങ്കര ഒരു സംഭവം എന്ന് മനസ്സിലായത്. DPP വന്ന എവിടെ നിന്നാണെന്നറിയോ? സെൻട്രൽ ഗവൺമെൻറ് ഒന്നുമല്ല, അതായത് UN വന്ന സാധനം. അതായത് സർക്കേഷ്യൻ രാജ്യങ്ങളിലെ പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ വികാസത്തിന് വേണ്ടിയിട്ട് ചൈൽഡ് സെൻറ്റേർഡ് ആയിട്ടുള്ള നല്ലൊരു ഉഗ്രം പരിപാടിയാണ്. അപ്പോൾ ഈ സാധനമാണ് വരുന്നത്. അപ്പോൾ ആ സാധനം വരുന്ന സമയത്ത് അതിനകത്ത് വളരെ കൃത്യമായിട്ട്, അതായത് നമ്മുടെ രാഷ്ട്രീയക്കാർ മുഴുവൻ കാശ് കിട്ടുമെന്ന് പറയുമ്പോൾ നേരെ അവിടെ പോയി കാശ് കൊടുക്കും. പക്ഷേ അതിൽ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന സമയത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ട് അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും നമ്മൾ വായിച്ചു നോക്കൊന്നുമില്ല. കുഞ്ഞതല്ലേ, എവിടെ സമയം, നമുക്ക് കാശ് കിട്ടിയാൽ മതി, നമ്മൾ സൈൻ ചെയ്ത് വെക്കും. അവസാനം ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്താണ് നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ നിങ്ങൾ സൈൻ ചെയ്ത് തന്നിട്ടുള്ളതാണ്, അതോട് കാശ് വെക്കടോ, ഇൻട്രസ്റ്റ് ഇത്ര വെക്കടോ എന്ന് പറയുമ്പോഴാണ് നമ്മൾ അങ്ങനെയുണ്ടല്ലേ. അതുപോലെയായിരുന്നു DPPയുടെ ഫണ്ട് മേടിക്കുന്ന സമയത്ത് എഴുതി ഒപ്പിട്ട് കൊടുത്തു. അതായത് ചൈൽഡ് സെൻറ്റേർഡ്, ആക്ടിവിറ്റി ഓറിയൻറ്റഡ്, ക്രാഫ്റ്റ് ബേസ്ഡ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഷാൽ ബി ഇംപ്ലിമെൻറ്റഡ് എന്ന് കൃത്യമായിട്ട് എഴുതി കൊടുത്തത്. അങ്ങനെയാണ് ഈ ടീച്ചേഴ്സ് തവളച്ചാട്ടം ചാടേണ്ട അവസ്ഥയിലേക്കൊക്കെ എത്തിയത്. പിന്നെ അതൊക്കെ കയ്യിൽ നിന്ന് പോയി. ഓക്കെ, അപ്പോൾ ആ DPP ആണ് പിന്നീട് എന്തായിട്ട് മാറിയത്, നമ്മുടെ ദേശീയവൽക്കരിച്ചു. ഇപ്പോൾ സ്വദേശിവൽക്കരണമാണല്ലോ മുഴുവൻ, എല്ലാത്തിനും പേര് മാറ്റിക്കൊണ്ടിരിക്കുക. ഇപ്പം മേശയുടെയും കസേരയുടെ മാത്രമല്ല, മറ്റു പലതിൻ്റെ പേരുകൾ മാറ്റിയിട്ടിരിക്കുന്നു. റൈറ്റ്, വാട്ട് എവർ ഇറ്റ് മേ. ഞാൻ പറഞ്ഞു വന്നത്, സപ്പോസ് അത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ സമഗ്ര ശിക്ഷാ അഭിയാനോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ കുറേ പ്രോഗ്രാംസ് വന്നിട്ടുണ്ട്. ഈ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള കുറേ പ്രോഗ്രാംസ് വന്നിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഇംപ്ലിമെൻറ്റേഷനും കാര്യങ്ങളെയൊക്കെ കുറിച്ചിട്ട് അതുകൊണ്ട് പ്രയോജനമുണ്ടോ, അത് ശരിയായിട്ടുള്ളതാണ്, ഈ തരത്തിലുള്ള റിസർച്ചിനെയാണ് നമ്മൾ ഇവാലുവേറ്റീവ് റിസർച്ച് എന്ന് പറയുക. ഓക്കെ, ദെൻ അടുത്ത ടൈപ്പാണ് ഡോക്യുമെൻ്ററി സർവേ. ഡോക്യുമെൻ്ററി സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ എല്ലാ ഡോക്യുമെൻസും എടുത്ത് നോക്കിയിട്ട് അതിനെക്കുറിച്ചിട്ട് അതിൻ്റെ ബേസിസിൽ ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതിനെ പോപ്പുലേറ്റ് ചെയ്ത് അത് നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. ഒരു ഉദാഹരണത്തിന് ടീച്ചിങ് ലേണിംഗ് മെത്തഡോളജീസ്, the evaluation and development in the teaching learning methodologies.
നമ്മളൊരു സ്റ്റഡി നടത്തുന്നു. അപ്പോൾ നമുക്ക് എന്ത് വേണ്ടി വരും? അതിൻ്റെയൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണ്ടി വരും അല്ലേ? അപ്പോൾ അതിൻ്റെ തിയറീസ് നമ്മുടെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അസോസിയേഷനിസം. ആരാണ് നമ്മുടെ ഫസ്റ്റ് ലേണിംഗ് തിയറി കൊണ്ടുവന്ന ആള്? ആരാ അറിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ലേണിംഗ് തിയറി ആദ്യമായിട്ട് സൈക്കോളജിക്കൽ ബേസ്ഡ് ആയിട്ട് ലേണിംഗ് തിയറി കൊണ്ടുവന്ന ആളാരാ? ക്ലാസിക്കൽ കണ്ടീഷനിങ്. ആളുടെ പേരാ ഞാൻ ചോദിച്ചത്. ആ പട്ടീനെ മറക്കരുത്. കാരണം പണ്ടാരുണ്ട് പറയായിരുന്നു, അതേ ആ സൈക്കോളജി ഒന്നും പഠിക്കാനല്ല എഡ്യൂക്കേഷൻ. കുറെ പട്ടി, പൂച്ച, പ്രാവ് ഇതൊക്കെ ഉള്ളത് അല്ലേ? ഇപ്പൊ പൗലോന്ന് തുടങ്ങിയിട്ട് തിയറീസ് ഉണ്ട്, ഒരുപാട് തിയറീസ് ഉണ്ട്. അപ്പൊ ഈ തിയറീസ്, അതിന്റെ ഇവല്യൂഷൻ, പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻ, അതിന്റെ ഡെവലപ്മെന്റ്, ഈ കാര്യങ്ങൾ മുഴുവൻ പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെഴുതിയ പുസ്തകങ്ങൾ വായിക്കണം. പിന്നെ അതിനെ ബേസ് ചെയ്തിട്ട് നടത്തിയിട്ടുള്ള കുറേ റിസർച്ചുകൾ ഉണ്ടായിരിക്കും, അത് വായിച്ച് നോക്കേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പല രാജ്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ കേന്ദ്ര സർക്കാർ, പിന്നെ അതേപോലെ സ്റ്റേറ്റ് സർക്കാരുകൾ, അവരൊക്കെ എന്തൊക്കെ പോളിസി രൂപീകരിച്ചു, അതിൻ്റെ ഒഫീഷ്യൽ റെക്കോർഡുകൾ, അതേപോലെ ഇതിൽ നടത്തിയിട്ടുള്ള മറ്റ് റിസർച്ച് റിപ്പോർട്ടുകൾ, അതേപോലെ പീരിയോഡ്സ്, ന്യൂസ് പേപ്പേഴ്സ്, ഈ വക കാര്യങ്ങൾ മുഴുവൻ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ്സ് നമ്മൾ സർവേ ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ പ്രോബ്ലത്തിൻ്റെ ഒരു സൊല്യൂഷൻ കൊണ്ടുവരും. ക്ലിയർ? ദിസ് ഈസ് കോൾഡ് ഡോക്യുമെൻ്ററി സർവേ റിസർച്ച്. ദെൻ അതിൻ്റെ കുറേ ഘടകങ്ങളുണ്ട്. അതിൻ്റെ പർപ്പസ് എന്താണ്? പർപ്പസ് ഏകദേശം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ, അതിൻ്റെ പർപ്പസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, ദിസ് ഓൾ ആർ ദെയർ. ഐ എം നോട്ട് ഗോയിങ് ടു എക്സ്പ്ലെയിൻ ഓൾ ദോസ് തിങ്സ്. ഓക്കെ, നൗ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഇപ്പം നമുക്ക് ഇപ്പം നമ്മൾ പലതരത്തിലുള്ള ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചുകൾ കണ്ടു. ആ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെ, അതിൻ്റെ സ്റ്റെപ്പുകൾ എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക്. ഓക്കെ, ഒന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു, ഏതൊരു റിസർച്ചിലും ആദ്യം ഉണ്ടാവുക എന്താ? ആദ്യം വേണ്ടത് എന്താ? പറയൂ, നിങ്ങൾ പറയൂ. പ്രോബ്ലം. ഒന്നും കൂടെ ആർക്കെങ്കിലും വിശദാക്കാമോ? ഡാറ്റയിലേക്ക് പോകാൻ വരട്ടെ. ഐഡന്റിഫൈ ദ പ്രോബ്ലം. ഒന്നും കൂടെ കുറച്ചും കൂടെ പിറകിലേക്ക് നിന്ന് ചിന്തിച്ചോണ്ട് നമുക്ക് പറയാൻ പറ്റുമോ? Theories that exist previously. പിന്നെ അപ്പോൾ ആ സ്റ്റെപ്പ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അങ്ങോട്ട് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് കിട്ടിയിട്ടില്ല എന്നൊരു കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ ഇത് അഡ്മിനിസ്ട്രേഷൻ്റെ റൂമിൽ ചെന്നു. അവിടെ നമ്മൾ രജിസ്റ്ററിൽ ഒപ്പുവെച്ചു. ക്ലാസ്സിൽ പോകുന്ന നമ്മൾക്ക് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു, ടീച്ചറെ ആ 9A പിള്ളേർ ആകെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എന്താന്ന് മനസ്സിലാവുന്നില്ല. 9A പിള്ളേർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, എന്താന്ന് അറിയില്ല. പ്രശ്നം ഏരിയ ഓഫ് ദ പ്രോബ്ലം എവിടെയാണ്? ഏരിയ ഓഫ് ദ പ്രോബ്ലം എവിടെയാണ്? 9ാം ക്ലാസ്സാണ്. 9ാം ക്ലാസ്സിലെ കുട്ടികളെന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? 9A ഡിവിഷൻ ഉണ്ട്, 9B ഡിവിഷൻ ഉണ്ട്, 9C ഉണ്ട്, 9D ഉണ്ട്. 9ാം ക്ലാസ്സിലെ കുട്ടികളുടെ അപ്പം പ്രോബ്ലം ഏരിയ ഉദ്ദേശിക്കുന്നത് ആ തലത്തിൽ നിങ്ങൾ വരിക. പ്രോബ്ലം ഏരിയ എവിടെയാണ്? 9ാം ക്ലാസ്സാണ്. A ഉണ്ട്, B ഉണ്ട്, CD ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇനി അടുത്തത് പ്രോബ്ലം എന്താന്ന് അറിയാന്നുള്ളതാണ്. സ്പെസിഫിക് ആക്കണം, പ്രോബ്ലത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യണം നമ്മൾ.
അപ്പോൾ അത് നമ്മൾ അന്വേഷിച്ച് പോയപ്പോൾ 9ാം ക്ലാസ് ബിയിലെ കുട്ടികളാണ്. 9ാം ക്ലാസ് ബിയിലെ എല്ലാ കുട്ടികൾക്കും പ്രശ്നമുണ്ടോ? ഇല്ല. അതിലെ ബാക്ക് ബെഞ്ചേഴ്സ് മാത്രമാണ് പ്രശ്നം. ഓക്കെ, അപ്പം ഇനി എന്താണ് പ്രശ്നം? പ്രോബ്ലം ഏരിയ, സ്പെസിഫൈങ് ദ പ്രോബ്ലം ഏരിയ, then we have to identify the problem. എന്താ പ്രോബ്ലം? പ്രോബ്ലം എന്താണെന്ന് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികളെ അവിടെ ആ ക്ലാസ്സിൽ വരുന്ന ടീച്ചേഴ്സ് ആരും തന്നെ ഗൗനിക്കുന്നേ ഇല്ല. അവരെ കളിയാക്കുകയാണ്, നിങ്ങളൊക്കെ ബാക്ക് ബെഞ്ചിൽ പോയിരുന്ന് ഒരക്ഷരം പഠിക്കാണ്ട് മാർക്കും മേടിക്കാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്ന് ഒരു ധാരണ കുട്ടികളുടെ ഇടയിലുണ്ട്. ദിസ് ഇസ് ദ ഇഷ്യൂ. നൗ യു ഹാവ് ഐഡന്റിഫൈഡ് ദ ഇഷ്യൂ. ഇത്രയും കാര്യം നിങ്ങൾക്ക് പിടികിട്ടിയോ? ഈ ഉദാഹരണം നിങ്ങൾക്ക് കൃത്യമായിട്ട് കയറുന്നുണ്ടോ? മനസ്സിലേക്ക് എത്തുന്നുണ്ടോ? ഓക്കെ, അപ്പൊ പ്രോബ്ലം ഏരിയ, ഐഡന്റിഫൈങ് ദ പ്രോബ്ലം, ദെൻ വി ഹാവ് ടു സ്റ്റേറ്റ് ദ പ്രോബ്ലം. ഇനി ആ പ്രോബ്ലത്തിന് നമ്മൾ പ്രസ്താവിക്കണം എന്താണ് ആ പ്രോബ്ലം എന്ന്. വളരെ പ്രിസൈസ്ഡ് ആയിട്ട്, സ്പെസിഫിക് ആയിട്ട്, അപ്രോപ്രിയേറ്റ് ആയിട്ട്, ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ ആ പ്രോബ്ലത്തിന് സ്റ്റേറ്റ് ചെയ്യണം. കാരണം ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അതിലെ ആ വാക്ക് തന്നെ കൃത്യമായിട്ട് വായിക്കുന്ന ആൾക്ക് മനസ്സിലാക്കി കൊടുക്കും, ഇന്നതാണ് സാധനം. ഹരാസ്മെന്റ് ഓഫ് ടീച്ചേഴ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ 9th സ്റ്റാൻഡേർഡ് EA. സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആയി. ഓക്കെ, അപ്പോൾ ആ ക്ലിയർ കട്ടായിട്ട് ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ആര് നോക്കിയാലും 9ാം ക്ലാസ്സിലെ കുട്ടികളുടെ പ്രശ്നത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഈ സ്റ്റേറ്റ്മെന്റ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോ നിങ്ങൾ ഇവിടെ ഒരു സ്റ്റഡി നടത്തി. ഈ റിസർച്ച് സ്റ്റഡിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? റിസർച്ച് സ്റ്റഡീസിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റീജിയണൽ അല്ല. റിസർച്ച് സ്റ്റഡീസ് റീജിയണൽ അല്ല, പകരം ഗ്ലോബൽ ആണ്. എല്ലാവരും വായിച്ചു, എവിടെയും വായിച്ചു. അപ്പം വേറൊരു സ്ഥലത്തിരിക്കുന്ന ഒരാൾ, ഒരു റിസർച്ചർ നിങ്ങളുടെ റിസർച്ച് പരിശോധിക്കുന്നു. അപ്പം ആ റിസർച്ച് പരിശോധിക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് അവർക്ക് അതിലെ ഓരോ കാര്യങ്ങളും അവിടുത്തെ സർക്കംസ്റ്റാൻസസും എൻവറോൺമെൻറ്റും വെച്ചുകൊണ്ട് മനസ്സിലായിക്കൊള്ളുന്നില്ല. നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് പോയാലത്തെ പച്ചടിയും കിച്ചടിയും തൃശ്ശൂരത്തെ പച്ചടിയും കിച്ചടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. തല തിരിഞ്ഞാൽ പോണേ. അപ്പം അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റിനകത്തുള്ള ഓരോ കീവേഡ്സിനെയും നമ്മൾ എന്ത് ചെയ്യും? കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് പ്രസ്താവിക്കും. ഓപ്പറേഷണൽ ഡെഫിനിഷൻസ് എന്ന് പറയും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പ്രശ്നം പഠിക്കാൻ വേണ്ടിയിട്ട് ഏത് രീതിയാണ്, ഏത് മെത്തേഡാണ് അവലംബിച്ചത്? ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് ആദ്യമായിട്ട് നിങ്ങൾക്ക് പോകണം. പിണറായി വിജയൻ സഖാവ് നിങ്ങളെ ഒരു മീറ്റിങ്ങിന് വിളിച്ചിട്ട് നിങ്ങൾ ആവേശത്തോടു കൂടി പോവാൻ തീരുമാനിച്ചു. അവിടെ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് വഴി കൂടെ പോകണം? ഏതിൽ പോകണം? ബസ്സിന് പോകണം, ട്രെയിനിന് പോകണം? ട്രെയിനിനാണെന്നുണ്ടെങ്കിൽ അതിലേത് ട്രെയിനിന് പോകണം? വന്ദേ ഭാരതിന് പോകണോ അതോ ഫ്ലൈറ്റിന് പോകണോ? ഏതാണ് വേണ്ടത്? മെത്തേഡ്, റൈറ്റ്? ഇനി അപ്പം ആ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന രീതി വരെ അതിനകത്ത് വന്നു. അപ്പം ഏതൊരു കാര്യസാധ്യത്തിനും ഒരു മെത്തേഡുണ്ട്. അപ്പം ഇത് അപ്പം നമ്മൾ ചോദിക്കേണ്ട, മറ്റുള്ളവർ തിരുവനന്തപുരത്തേക്ക് കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയത് എങ്ങനെയാണെന്ന് നമ്മൾ അന്വേഷിക്കും. അവരെന്ത് മെത്തേഡ് അഡോപ്റ്റ് ചെയ്തത്? അല്ലേ? നമ്മുടെ ബന്ധുക്കളായിട്ടുള്ള ആൾക്കാരോടോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോയിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ചവർ, അല്ലെ നിങ്ങൾ എങ്ങനെയാണ് കാക്ക തിരുവനന്തപുരത്തേക്ക് പോയത്? അല്ലേ? അപ്പം ദിസ് ഈസ് കോൾഡ് എ റിവ്യൂ ഓഫ് എ റിലേറ്റഡ് ലിറ്ററേച്ചർ.
നമ്മുടെ കാര്യത്തിനെ നടത്തിയെടുക്കാൻ വേണ്ടി ഒരു മാതൃക അന്വേഷിച്ചിട്ട് പോകുന്നു. റിവ്യൂ ഓഫ് റിലേറ്റഡ് ലിറ്ററേച്ചർ മറ്റാൾക്കാരോടൊക്കെ ചോദിച്ച് തിരുവനന്തപുരത്തേക്ക് പോണത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. എത്ര മണിക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തണം, അവിടെ ടിക്കറ്റ് എടുക്കേണ്ടത് എങ്ങനെയാണ്, ട്രെയിനിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ കാണിച്ചു കൊടുക്കണം, ഭക്ഷണം കഴിക്കാൻ എവിടെ നിന്നൊക്കെ ട്രെയിനിന് യാത്രയിൽ നമുക്ക് കിട്ടും. ഈ വക കാര്യങ്ങൾ മുഴുവൻ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് മനസ്സിലാക്കും. ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് പോയാൽ തന്നെ ജസ്റ്റ് മിനിറ്റ്, ഒരു കോൾ എമർജൻസിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം റിവ്യൂ ഓഫ് റിലേറ്റഡ് ലിറ്ററേച്ചറിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഈ റിവ്യൂ നടത്തുന്ന നമ്മൾ എന്തിനാണ്? നമ്മുടെ ഈ പ്രോബ്ലം, സിമിലർ ആയിട്ടുള്ള പ്രോബ്ലം സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നമ്മൾ പരിശോധിക്കുകയാണ്. എന്നിട്ട് ആ മാതൃക ഏകദേശം നമ്മുടെ റിസർച്ചിനും വേണ്ടി പിന്തുടരാൻ നമ്മൾ തീരുമാനിക്കണം. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ ഒരു സ്റ്റെപ്പ്. അപ്പം ആ റിവ്യൂ ഓഫ് റിലേറ്റഡ് ലിറ്ററേച്ചർ നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി ഓരോരുത്തരും ഏതൊക്കെ ടൂൾസ് അല്ലെങ്കിൽ ഏത് മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്തത്. സർവേ ആണോ നടത്തിയത്, കമ്പാരിറ്റീവ് സ്റ്റഡി ആണോ നടത്തിയത്, അതോ മറ്റേ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി ആണോ, കോറിലേഷണൽ സ്റ്റഡി ആണോ, ക്രോസ് സെക്ഷണൽ സ്റ്റഡി ആണോ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി ആണോ, ഏത് ടൈപ്പ് സ്റ്റഡി ആണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഉപയോഗിച്ചത് കൊണ്ട് ഇതായിരിക്കില്ലേ ഉചിതം, എൻ്റെ ടോപ്പിക്കിന് ഈ സാധനം തന്നെ ആയിരിക്കില്ലേ ഉചിതം. ഓക്കെ, അത് നമ്മൾ ഉറപ്പിക്കണം. റിവ്യൂ ഓഫ് റിലേറ്റഡ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് അവർ ഉപയോഗിച്ച മെത്തേഡ്, ആ മെത്തേഡ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും, ആ മെത്തേഡാണോ നല്ലത് എന്നുള്ളത്. ഇപ്പോൾ പല ആൾക്കാരും അങ്ങനെയാണ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കും തീരുമാനിക്കാം. എന്ത്, മഹാജനോ യനഗത സപന്ഥ എന്ന് പറഞ്ഞ പോലെ ഈ പറഞ്ഞ സാധനം മറ്റുള്ളവരൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാനും ഇതിന് ചെയ്യുന്നു. ഇപ്പോൾ റിവ്യൂ ഓഫ് റിലേറ്റഡ് ലിറ്ററേച്ചറിന് നമുക്ക് മെത്തേഡ് കിട്ടി. ഇനി എന്ത് ടൈപ്പ് റിസർച്ച് എന്നുള്ളതിൻ്റെ കാര്യം നമ്മൾ തീരുമാനിച്ചു. ഇനി നമുക്ക് അത് അതിൻ്റെ പോപ്പുലേഷൻ തീരുമാനിക്കുക, എവിടെ നിന്നാണ് അതിൻ്റെ സാമ്പിൾ. അപ്പോൾ അവരെങ്ങനെയാണ് സാമ്പിൾ എടുത്തിട്ടുള്ളത്, ആ സാമ്പിളിങ് ടെക്നിക്ക് എന്തൊക്കെയാണ് അവർ അഡോപ്റ്റ് ചെയ്തത്, ആ ടെക്നിക്കുകൾ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നു, ആ മാതൃക സ്വീകരിക്കാൻ പറ്റുന്നു. ഇനി ഈ സാമ്പിളിങ്ങും പോപ്പുലേഷനും നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ഈ സാമ്പിളിൽ നിന്ന് എന്ത് ടെക്നിക്കാണ്, സാമ്പിളിങ് ടെക്നിക്ക് എന്താണെന്ന് തീരുമാനിച്ച് സാമ്പിളും തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ ജോലി നമ്മൾ പോകുന്നത് ഇത് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി എന്ത് ടൂള് വേണമെന്നുള്ളതാണ്. കാരണം ഡാറ്റ കിടക്കുന്നത് ആ സാമ്പിളിനകത്താണ്. ആ സാമ്പിളിൽ നിന്ന് ഈ സാധനം ഇങ്ങോട്ട് എടുക്കണം. ഇങ്ങോട്ട് എടുക്കാൻ അത് JCB കൊണ്ടുപോയി വലിച്ചെടുക്കണോ അതോ തൂമ്പ് ഉപയോഗിച്ച് വലിച്ചെടുക്കണോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പം നമ്മുടെ റിവ്യൂ ഓഫ് റിലേറ്റഡ് ലിറ്ററേച്ചറിൽ ഇതുമാതിരി ഉള്ള സ്റ്റഡീസിന് എന്ത് ടൂൾസൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അപ്പോൾ ആ ടൂൾസൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുപോലെ ഒരു ടൂള് നമ്മളും തയ്യാറാക്കണം, ടൂൾ കൺസ്ട്രക്ഷനായി. അപ്പോൾ ടൂൾ കൺസ്ട്രക്ഷൻ ആയിക്കഴിഞ്ഞാൽ ഇനി അത് ഡാറ്റ, അതിൻ്റെ പൈലറ്റ് സ്റ്റഡി എങ്ങനെ നടത്തണം. ഒരു ടൂളിൻ്റെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞു എന്നാണ് എൻ്റെ ധാരണ. ഈ സ്റ്റാൻഡർഡൈസേഷനും വാലിഡേഷനും നിങ്ങളോട് പറഞ്ഞായിരുന്നോ? സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് വാലിഡേഷൻ ഇല്ല. അതായത് പൊതുവെ നമ്മുടെ കുട്ടികളൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ടൂള്, അതായത് ഈ
MA എഡ്യൂക്കേഷൻ പ്രോഗ്രാമിനോ അല്ലെങ്കിൽ MEdനോ പഠിക്കുന്ന റിസർച്ച് ചെയ്യുന്ന കുട്ടികൾ അല്ലെങ്കിൽ PhD ചെയ്യുന്ന കുട്ടികൾ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, സ്റ്റാൻഡർഡൈസ്ഡ് ടൂൾ, ഞങ്ങൾ ടൂള് സ്റ്റാൻഡർഡൈസ് ചെയ്തു എന്ന്. ഒരിക്കലും അത് പറയരുത് കേട്ടോ, അതൊരു ഭീകര ആന മണ്ടത്തരാണ്. കാരണം നിങ്ങൾക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പറ്റില്ല. സ്റ്റാൻഡർഡൈസ്ഡ് ടൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് യൂണിവേഴ്സിറ്റിയായിട്ട് എവിടെയും ഉപയോഗിക്കും. ഇപ്പം നമ്മുടെ ഇവിടെ ഒരു പോപ്പുലേഷനിൽ നമ്മൾ ചെയ്ത സാധനം അവിടെ തന്നെ നിൽക്കുള്ളൂ. ഇപ്പോൾ നമ്മുടെ കേരള സ്റ്റേറ്റിലുള്ള എറണാകുളം ജില്ലയിലെ സ്കൂളിലെ കുട്ടികളിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ടൂൾ ഉണ്ടാക്കി. ആ ടൂള് അവിടെ പറ്റുള്ളൂ. അത് അമേരിക്കയിലെ ഇന്റർനാഷണൽ ബാച്ചുലറേറ്റ് കരിക്കുലത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത സാധനം നടക്കൂല. ഓക്കെ, അപ്പം സ്റ്റാൻഡർഡൈസ് ചെയ്യുന്ന ടൂൾ എന്ന് പറഞ്ഞാൽ അത് ഇന്റർനാഷണൽ ബാച്ചുലറേറ്റിലാണെങ്കിലും ICGSലാണെങ്കിലും CBSEയിലാണെന്നുണ്ടെങ്കിലും വേറെ ഏത് കരിക്കുലത്തിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും, ഉഗാണ്ടയിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും മിയാമിയിൽ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും നമ്മുടെ കൊച്ചു കേരളത്തിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ചൈനയിൽ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും അവരിലൊക്കെ ഈ ടൂള് ഉപയോഗിക്കാൻ പറ്റും. സോ സ്റ്റാൻഡർഡൈസ്ഡ് ടൂൾ ഈസ് എ ഗ്ലോബലി ആക്സെപ്റ്റബിൾ ടൂൾ. ഓക്കെ, അപ്പോൾ ഒരു ടൂള് സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു റിസർച്ചാണ്. ഇപ്പോൾ സ്റ്റാൻഡർഡൈസ്ഡ് ടൂളുകളൊക്കെ നിങ്ങൾ കുറേ കണ്ടു കാണും. ഓക്കെ, ആ സ്റ്റാൻഡർഡൈസ്ഡ് ടൂളുകളൊക്കെ നമുക്ക് കടകളിൽ നിന്നൊക്കെ പഠിക്കേണ്ട, സൈക്കോട്രോണിസ്റ്റ് അല്ലെങ്കിൽ ആഗ്രയിലൊക്കെയുള്ള പല കടകളിലും ഒക്കെ ഈ ടെസ്റ്റ് സ്കെയില്, പിന്നെ അതേപോലെ തന്നെ പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് സ്കെയിലുകളൊക്കെ പറയുന്നത് ഇതൊക്കെ സ്റ്റാൻഡർഡൈസ്ഡ് ടൂളാണ്. ആ സ്റ്റാൻഡർഡൈസ്ഡ് ടൂള് എന്ന് അത് ഉണ്ടാക്കുന്ന പ്രക്രിയ തന്നെ ഒരു വലിയ പ്രൊസീജിയറാണ്. അത് തന്നെ ഒരു എന്താണ് റിസർച്ച്, PhD റിസർച്ചാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ടൂൾ സ്റ്റാൻഡർഡൈസ് ചെയ്തു എന്ന് പറയരുത്. പകരം യു ക്യാൻ വാലിഡേറ്റ്. എങ്ങനെ വാലിഡേറ്റ് ചെയ്യുക? വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൈലറ്റ് സ്റ്റഡി നടത്തണം. അപ്പം നമ്മൾ ആദ്യം ടൂൾ ഉണ്ടാക്കി, ആ ടൂളിൻ്റെ കാര്യക്ഷമത നമുക്ക് ഉറപ്പുവരുത്തണം. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആളുകളിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഡാറ്റ കൃത്യമായിട്ട് നമുക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പുവരുത്തണം. ആ ഉറപ്പ് വരുത്തണമെന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം? വാലിഡിറ്റി, റിലയബിലിറ്റി മുതലായിട്ടുള്ള കുറേ ഘടകങ്ങളുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റിലയബിലിറ്റിയും വാലിഡിറ്റി. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മളൊരു പൈലറ്റ് സ്റ്റഡി നടത്തും. ആ പൈലറ്റ് സ്റ്റഡിയിൽ വളരെ കുറച്ച് സാമ്പിൾ എടുത്തിട്ട് ആ സാമ്പിളിൽ നമ്മുടെ ഈ ടൂള് ആദ്യം ഉണ്ടാക്കിയ ടൂളിൽ ചിലപ്പോൾ നമ്മൾ ഒരു 10-40 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ 60 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 60 ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട, നമുക്ക് വളരെ ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് മാത്രം എടുത്താൽ മതി. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുക്കണം. ആ ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതിൽ ഓരോ ഐറ്റത്തിനെയും, ഓരോ ക്വസ്റ്റ്യനെയും അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റിനെയും അതിൻ്റെ പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ വെച്ചുകൊണ്ട് നമ്മൾ അതിനെ അനലൈസ് ചെയ്തിട്ട് ഇന്ന ക്വസ്റ്റ്യൻസ് ഇതിൽ ഉൾപ്പെടുത്താം, ഫൈനൽ ടൂളിൽ ഉൾപ്പെടുത്താമെന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അതെങ്ങനെ തീരുമാനിക്കണേ? അപ്പം നമ്മൾ കൊടുക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ തന്നിട്ടുള്ളത് എത്രത്തോളം പെർഫെക്റ്റ് ആണ് അല്ലയോ എന്നുള്ളത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മൾ പരിശോധിക്കാം. അങ്ങനെ ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ടൂള് പെർഫെക്റ്റ് ആക്കുന്നത്. ഈ പെർഫെക്റ്റ് ആക്കുന്ന പ്രോസസ്സിനേഷൻ വാലിഡേഷൻ എന്ന് പറയും, വാലിഡേഷൻ ഓഫ് ദ ടൂൾ. അപ്പോൾ അതിൽ റിലയബിലിറ്റിയും വാലിഡിറ്റിയും അപ്രോപ്രിയേറ്റ്നെസ്, ഒബ്ജക്റ്റിവിറ്റിയും മുതലായിട്ടുള്ള എല്ലാ ഗുണഗണങ്ങളും ആ ടൂളിന് നമ്മൾ ഇതിലൂടെ ഉറപ്പുവരുത്തും. എങ്കിൽ മാത്രമേ ആ സയൻറ്റിഫിക് ആയിട്ടുള്ള ടൂള് നമുക്ക് ഇനി ഫർദർ നമ്മുടെ റിസർച്ചിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ടൂളിനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഈ കടയിൽ പോയിട്ട് ഒരു തൂമ്പ വാങ്ങിച്ചുകൊണ്ടുവന്നു. അപ്പോൾ തൂമ്പ എങ്ങനെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കഷ്ണമായിരിക്കും, എൻ്റെ പിടിയൊന്ന് വേറെ, മറ്റേ കൊത്തുന്ന സാധനം വേറെ. നമ്മളത് കൊണ്ടുവന്നിട്ട് ചിലപ്പം എന്ത് ചെയ്യേണ്ടി വരും? അരം വെച്ചിട്ട് അതിൻ്റെ അരികുകളൊക്കെ ഒന്ന് നന്നായിട്ട് മൂർച്ച വെക്കേണ്ടി വരും.
എന്നിട്ട് ഇതിനകത്ത് ഈ കമ്പ് കുത്തി ഇറക്കി അതൊക്കെ അതിൻ്റെ നെട്ടോ ബോൾട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി വെച്ചത് ഫിക്സ് ചെയ്ത് അതിനൊക്കെ മൂർച്ച വരുത്തി ഭംഗിയാക്കിയതിന് ശേഷം അല്ലേ നമുക്കത് ഈ ആയുധം പ്രയോഗിക്കാൻ പറ്റും. ഇൻ ദ സിമിലർ വേ നമ്മൾ ഇതിനെ കൃത്യമായ പ്രവർത്തനക്ഷമമായ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് പ്രാപ്തനാക്കുന്ന രീതിയിൽ ഈ ടൂളിനെ മാറ്റണം. അതിനെയാണ് വാലിഡേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഒരാൾ തെറ്റിക്കരുത്. നിങ്ങളുടെ റിസർച്ചിനകത്ത് വാലിഡേഷനുള്ളൂ, എന്തില്ല, സ്റ്റാൻഡർഡൈസേഷൻ ഇല്ല. ഈ വാലിഡേഷൻ നടത്തി കഴിഞ്ഞ ഈ ടൂളാണ് നമ്മൾ സാമ്പിളിൽ പ്രയോഗിക്കുന്നത്. ഇനി സാമ്പിൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് പല ടെക്നിക്സ് ഉണ്ട്. നമ്മളിപ്പോൾ 1-2 കണ്ടു. റാൻഡം സാമ്പിളിങ്, സ്നോബോൾ സാമ്പിളിങ്, ക്ലസ്റ്റർ സാമ്പിളിങ്, അങ്ങനെ കുറേ സാമ്പിളിങ് ഉണ്ട്. നമ്മൾ സാമ്പിളിങ് ടെക്നിക്സിൽ പഠിക്കാൻ പോകുന്നു. അപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണം. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ റിവ്യൂ ഓഫ് റിലേറ്റഡ് ലിറ്ററേച്ചർ എന്ത് സാമ്പിളാണ്, ടൈപ്പാണ്, മെത്തേഡാണ്, സാമ്പിളിങ് ടെക്നിക്കാണ് അഡോപ്റ്റ് ചെയ്ത് അതും അതിൽ നമ്മൾ മനസ്സിലാക്കും. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡാറ്റ കളക്ട് ചെയ്യണു. ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓർഗനൈസ് ചെയ്യണം. ഓർഗനൈസ് ചെയ്തിട്ട് അത് ടാബുലേറ്റ് ചെയ്യണം. ടാബുലേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, ബേസിക് ഫണ്ടമെൻ്റൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് അതിൻ്റെ അനാലിസിസ് നടത്താൻ. ആ അനാലിസിസിൽ നിന്ന് കിട്ടുന്ന ഫൈൻഡിങ്സിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇൻ്റർപ്രിട്ടേഷൻ നടത്തുക. ഓക്കെ, ഇതാണ് ഒരു സം ഓഫ് ദ റിസർച്ച് പ്രോസസ് എന്ന് പറയും. അപ്പോൾ അത് ഇതിൽ പലതിലും പലതരത്തിൽ, ഇപ്പോൾ എക്സ്പെരിമെൻ്റൽ റിസർച്ചിലും മറ്റേ കോറിലേഷൻ സ്റ്റഡീസിലും സർവേ റിസർച്ചിലും വ്യത്യസ്തമായിരിക്കും. അത് സ്റ്റെപ്പിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും. ഓക്കെ, വി വിൽ ബട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ഡിസ്ക്രിപ്റ്റീവ് സർവേ റിസർച്ച്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് സർവേ റിസർച്ചിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്പുകൾ എന്നുള്ളതൊന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് വേണം? സെലക്ഷൻ ഓഫ് ദ പ്രോബ്ലം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ റിസർച്ച് പ്രോബ്ലം ആൻഡ് എൻഷുറിങ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദാറ്റ്. അപ്പോൾ എന്തൊക്കെയാണ്? ഒന്ന്, നമ്മൾ ആ പ്രോബ്ലം സെലക്ട് ചെയ്യണം. ഓക്കെ, ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്രോബ്ലം സെലക്ട് ചെയ്തു 9ാം ക്ലാസ്സിൽ. അതിനെ സ്റ്റേറ്റ് ചെയ്തു എന്താണ്? ഹരാസ്മെൻറ്റ് ഓഫ് ദ ടീച്ചേഴ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ സ്റ്റുഡൻസ്. അതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ റിസർച്ച് പ്രോബ്ലം. പിന്നെ അതിൻ്റെ സിഗ്നിഫിക്കൻസ്, ബിക്കോസ് ഇറ്റ് ഈ ഹരാസ്മെൻറ്റും കുട്ടികളുടെ ഈ ആറ്റിറ്റ്യൂഡും അതിനെന്ത് ബാധിക്കുന്നു? ഡിസിപ്ലിൻ, ക്ലാസ് റൂം അല്ലെങ്കിൽ സ്കൂൾ ഡിസിപ്ലിനെ ബാധിക്കുന്നു, ലേണിംഗ് അച്ചീവ്മെൻറ്റിനെ ബാധിക്കുന്നു. റൈറ്റ്. ദെൻ അടുത്തത്, നമ്മൾ പഠിക്കാൻ പോണത് എന്ത്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? നമ്മുടെ ഈ പഠനത്തിന് എന്താ ഇപ്പോൾ ഈ പഠനത്തിൻ്റെ ഉദ്ദേശം? അപ്പോൾ പഠനത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താ? ഇപ്പോൾ നമ്മുടെ ഈ ടോപ്പിക് തന്നെ എടുക്കുക, ഹരാസ്മെൻറ്റ് ഓഫ് ദ ടീച്ചേഴ്സ്. അപ്പം ടീച്ചേഴ്സ് എപ്പോഴൊക്കെ ഹരാസ് ചെയ്യുന്നു, ഏതൊക്കെ ക്ലാസ്സുകളിൽ ഹരാസ് ചെയ്യുന്നു, ഏതൊക്കെ രീതിയിൽ ഹരാസ് ചെയ്യുന്നു, ഇതൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഹരാസ്മെൻറ്റ് ഏത് ടൈപ്പൊക്കെ ഹരാസ്മെൻറ്റ്സ് ഉണ്ട്, ഏതൊക്കെ സബ്ജക്റ്റ് ടീച്ചേഴ്സാണ് അത് ഹരാസ് ചെയ്യുന്നത്, എപ്പോഴൊക്കെയാണ് ഹരാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഹരാസ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറയണം. പിന്നെ ഇവരുടെ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ടീച്ചേഴ്സിനോടുള്ള ഈ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമ്മൾ പറയും. അത് പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ചില ടീച്ചേഴ്സിനോടുണ്ടോ, നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടോ, ഈ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുന്നു. പിന്നെ ലേണിംഗ് അച്ചീവ്മെൻറ്റ് ആണ് നമ്മുടെ അടുത്ത വേരിയബിൾ വരുന്നത്. അപ്പോൾ കുട്ടികളുടെ ഈ പ്രശ്നബാധിതരായിട്ടുള്ള കുട്ടികളുടെ ലേണിംഗ് അച്ചീവ്മെൻറ്റ് നമ്മൾ പരിശോധിക്കുന്നു. അപ്പം ഇതൊക്കെ ഈ പഠനത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആവുന്നു നിങ്ങൾക്ക്? ഹലോ, ഇടയ്ക്കൊക്കെ നിങ്ങളെ ഇടയ്ക്കൊക്കെ ഒന്നും ഉണ്ട് കേട്ടോ. അല്ല ഞാൻ വിചാരിക്കുക എന്താ വെച്ചാൽ ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ആരും ഒന്നും കേൾക്കുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ കൃത്യമായിട്ട് ഫ്രെയിം ചെയ്ത് എന്താണ് ഈ റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ്. ദെൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ ദാറ്റ് ട്രാൻസ്ലേറ്റ് ഇൻ ടു എ ക്രൈറ്റീരിയ. ഒരു ക്രൈറ്റീരിയയിലേക്ക് അതിനകത്ത് ആ ഒബ്ജക്റ്റീവ്സിനെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കൃത്യമായിട്ടൊരു ക്രൈറ്റീരിയ.
ഇനി അടുത്തത് എന്താണ്? ടൂൾ. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഒരു സാധനം കൂടെ വേണം, സാമ്പിൾ ഓർ പോപ്പുലേഷൻ. സാമ്പിള്, പോപ്പുലേഷൻ. സാമ്പിളും പോപ്പുലേഷനും കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ടൂൾ ഉപയോഗിക്കണം, എന്ത് സാമ്പിളിംഗ് ടെക്നിക്ക് ഉപയോഗിക്കണം, ഡാറ്റ കളക്ഷൻ, ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് ഉള്ള ധാരണ ഉണ്ടാക്കുക. അതാണ് 4ാമത്തെ സ്റ്റെപ്പ്. പിന്നെ എന്ത് മെത്തേഡ് അല്ലെങ്കിൽ പ്രൊസീജിയർ ഡാറ്റ കളക്ഷന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്, എങ്ങനെയാണ് ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനലൈസ് ചെയ്യേണ്ടത്, ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്, പിന്നെ എങ്ങനെയാണ് ഒരു റിപ്പോർട്ട് എഴുതുന്നത്. അപ്പം ഇത്രയും ഘടകങ്ങളാണ് പ്രധാനപ്പെട്ട ഈ 7 സ്റ്റെപ്പുകളാണ് ഒരു ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നാം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, I think you got some idea regarding this. Okay. ഇവിടെ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് യു ആർ ഗോയിങ് ടു പ്രാക്ടീസ്. ഇവിടെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. സർ, നമ്മളെ പോപ്പുലേഷൻ അല്ലെങ്കിൽ ആ സാമ്പിളിനനുസരിച്ചാണോ നമ്മുടെ ടൂൾസ് ഡിസൈഡ് ചെയ്യുക? ഓക്കെ മോളെ, ഈ നമ്മുടെ വീട്ടിൽ നമ്മൾ കല്യാണം നടക്കുകയെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ചുകൊണ്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കും. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ആ ബിരിയാണിക്ക് വേണ്ടത് നമ്മുടെ വീട്ടിലിരിക്കുന്ന ചെറിയ കുട്ടിക്കാലം കൊടുത്തു കഴിഞ്ഞാൽ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. അതിനെന്ത് തന്നെ വേണം? ബിരിയാണി ചെമ്പ് തന്നെ വേണം. വീട്ടിൽ നമുക്ക് സാമ്പാർ ഉണ്ടാക്കണം. നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള ആൾക്കാർക്കുള്ള അത്ര സാമ്പാർ ഉണ്ടാക്കണം. അതിന് ബിരിയാണി ചെമ്പിൻ്റെ അത്രയും വലിപ്പമുള്ള പാത്രം വേണോ? വേണ്ട. നമ്മുടെ ഒബ്ജക്റ്റീവ് വാട്ട് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെഷർ ചെയ്യാനുള്ള. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ബെഡ്റൂമിൻ്റെ നീളവും വീതിയും അളക്കണം. അതിന് തുലാസ് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അതിനെന്താണ് ഉപയോഗിക്കേണ്ടത്? ടേപ്പ്, മെഷറിംഗ് ടേപ്പാണ് ഉപയോഗിക്കേണ്ടത്, അല്ലേ? അപ്പോൾ ടൂൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ഒരു സാധനം മാത്രമാണ്. ക്ലിയർ? ഡാറ്റ. അപ്പം നമ്മുടെ പ്രോബ്ലം എന്താണ്? സാമ്പിളോ പോപ്പുലേഷനോ അല്ല ടൂള് ഫിക്സ് ചെയ്യുന്നതിലെ ഘടകങ്ങൾ. ക്ലിയർ ആവുന്നോ? നമ്മുടെ റിസർച്ച് ഒബ്ജക്റ്റീവ് എന്താണോ നമ്മൾ അളക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനുള്ള ടൂളാണ് വേണ്ടത്. റഹ്മത്തിന് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ അപ്പം തന്നെ പറഞ്ഞോട്ടോ. ഇപ്പം നമ്മൾ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതിനെന്താ സാധാരണഗതിയിൽ ഉപയോഗിക്കുക? ആറ്റിറ്റ്യൂഡ് സ്കെയിലാണ് ഉപയോഗിക്കുക. അല്ലാതെ ക്വസ്റ്റനെയർ അല്ല ഉപയോഗിക്കേണ്ടത്. ക്വസ്റ്റനെയറിൽ കണ്ട കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ എസ് ഓർ നോ അല്ലെങ്കിൽ കുറച്ച് ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത് മാത്രം. ആറ്റിറ്റ്യൂഡ് പരിശോധിക്കുന്നത് എപ്പോഴും ഒരു ആറ്റിറ്റ്യൂഡ് സ്കെയിൽ. കാരണം ഡിഗ്രി ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളുടെ മനോഭാവം, ഇപ്പോൾ ഇഗ്നോയിൽ ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ള അധ്യാപകരോടുള്ള ഇഗ്നോ സ്റ്റുഡൻസിൻ്റെ മനോഭാവം എന്ത്, ആറ്റിറ്റ്യൂഡ് എന്ത്? ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനോഭാവം പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്കെയിൽ ഉപയോഗിക്കും. നിങ്ങൾ ഈ ഓൺലൈനിൽ സാധനം മേടിച്ചിട്ടില്ലേ? ഓൺലൈനിൽ സാധനം മേടിക്കാത്തവരുണ്ടോ ഇതിലാരെങ്കിലും? എന്താ ചോദ്യം മനസ്സിലായില്ല? ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങിക്കാത്തവരാരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? എല്ലാവരും മേടിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ സാധനം വാങ്ങിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ പോട്ടെ നിങ്ങളുടെ മൊബൈൽ ആപ്പ് ഉപയോഗിക്കുമ്പോൾ, നിങ്ങളൊരു ആക്ടിവിറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ ഉടനെ ഒരു 5 നക്ഷത്രം കാണിക്കും, അല്ലേ? കാണിക്കാറുണ്ടോ? അല്ലെങ്കിൽ 5 മുഖം കാണിക്കാറുണ്ടോ? ഉണ്ടോ ഇല്ലേ? ഉണ്ട് സാർ. ഉണ്ട്. എന്താ സംഭവം? ഒരു സർവേ നടത്തുന്ന എങ്ങനെയാണ്, അതായത് റേറ്റ് അവർ സർവീസ് ഓർ റേറ്റ് അവർ പ്രോഡക്റ്റ്, റേറ്റിംഗ് ആണ്.
റേറ്റിംഗ് സ്കെയിൽ, റൈറ്റ്? ഇതുപോലെ തന്നെ ഈ നമ്മുടെ മനോഭാവത്തെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് റേറ്റിംഗ് സ്കെയിലുകളാണ് ഉപയോഗിക്കുക. എന്നാൽ കുട്ടിയുടെ അച്ചീവ്മെന്റ്, ലേണിംഗ് അച്ചീവ്മെന്റ് പരിശോധിക്കാൻ നമുക്ക് റേറ്റിംഗ് സ്കെയിൽ ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. അച്ചീവ്മെന്റ് ടെസ്റ്റ് സ്കോറാണ് ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മളൊരു ഡിസ്ക്രിപ്റ്റീവ് സർവേ നടത്തുന്നു, നമ്മുടെ സ്കൂളുകളിൽ ഇപ്പോൾ ഗവൺമെൻറ് കൊണ്ടുവന്ന പുതിയ പ്രോജക്റ്റ്, ആ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് അതിനോടുള്ള മനോഭാവമാണെങ്കിൽ റേറ്റിംഗ് സ്കെയിൽ ചോദിക്കാം. അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് പരിശോധിക്കേണ്ടതിന് ക്വസ്റ്റ്യനറിലേ പറ്റുള്ളൂ. അപ്പം ഇത്തരത്തിൽ നമ്മുടെ നേച്ചർ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സ്റ്റഡിയെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ഫിക്സ് ചെയ്യേണ്ടത്? ടൂൾ ഫിക്സ് ചെയ്യേണ്ടത്. ഐ തിങ്ക് യു ആർ ക്ലിയർ അബൌട്ട് ദാറ്റ്. ക്ലിയർ? സാർ ഒരു ഡൗട്ട്. ചോദിക്കൂ. ഈ അച്ചീവ്മെന്റ് ടെസ്റ്റ് നടത്തുമ്പോഴത്തേക്കും ഇപ്പോ ഒരു സീസ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ അച്ചീവ്മെന്റ് സർവേ ഇപ്പൊ ഗവൺമെന്റ് സമഗ്ര ശിക്ഷാ അഭിയാൻ സ്കൂളുകളിൽ ഇന്ന് ഒക്കെ നടത്തിയെന്ന് ഈ ദിവസങ്ങൾക്ക് നടത്തിയിട്ടുണ്ട്. അപ്പൊ അത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഏതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു? നമ്മുടെ ഈ എന്താണ് ആറ്റിറ്റ്യൂഡ് ഇതായിട്ട് അച്ചീവ്മെന്റ് ടെസ്റ്റുമായിട്ട്. കുട്ടി, വാട്ട് ഈസ് അച്ചീവ്മെന്റ് ടെസ്റ്റ്? ഒരാള് അച്ചീവ് ചെയ്തതിനെ ടെസ്റ്റ് ചെയ്യുന്നതിനാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയാം, അല്ലേ? ഒരാള് മറ്റേ ഇതില് നമ്മുടെ ജിമ്മിൽ പോകണം, ജിമ്മിൽ കുറേ കാലം പ്രാക്ടീസ് ചെയ്യും, അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ അച്ചീവ്മെന്റ് നമുക്ക് ടെസ്റ്റ് ചെയ്യാം പല രീതിയിൽ കൂടെ, അല്ലേ? അയാളുടെ വെയിറ്റ് മെഷർ ചെയ്യാം, അയാളുടെ ബ്ലഡ് ടെസ്റ്റ് നടത്താം, അയാളുടെ മെൻ്റൽ വെൽനെസ് എത്രയാണെന്ന് പരിശോധിക്കാം, അല്ലേ? അതൊക്കെ വെച്ചുകൊണ്ട് അയാളുടെ ആ ജിമ്മിൽ പോയിട്ടുള്ള അച്ചീവ്മെന്റ് എന്താണ്? ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, 10ാം ക്ലാസ്സിലെ എലിസബത്ത് ടീച്ചറിന്റെ വിഷയം എന്താണ്? മലയാളമല്ലേ? മലയാളം. അപ്പോൾ മലയാളത്തിൽ ആ കുട്ടിയുടെ, നമ്മുടെ 10ാം ക്ലാസ്സിലെ ഒരു കുട്ടി മലയാളം പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കരിക്കുലത്തിനകത്ത് വളരെ കൃത്യമായിട്ട് ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇന്ന ഒബ്ജക്റ്റീവ്സ് ആണ് അച്ചീവ് ചെയ്യേണ്ടത്. അതായത് 10ാം ക്ലാസ്സിൽ മലയാളം പഠിച്ചു കഴിഞ്ഞ കുട്ടിക്ക് ഇന്ന ലാംഗ്വേജ് സ്കില്ലുകൾ ഉണ്ടായിരിക്കണം, അല്ലേ? ആ സ്കില്ല് അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? പരീക്ഷ നടത്തുന്നു. അതിനെയാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ജിമ്മിൽ പോയിട്ടുള്ളതായിട്ടായാലും ശരി, മലയാളത്തിലെ സബ്ജക്റ്റിലുള്ള പ്രാവീണ്യമായിട്ടാണെങ്കിലും, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ അരിത്തമാറ്റിക്കൽ സ്കില്ലാണെങ്കിലും, ഇതൊക്കെ പരിശോധിക്കുന്ന ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നാം ഉപയോഗപ്പെടുത്തുന്ന എന്ത് ടൂളായിക്കോട്ടെ അതിനെയാണ് നമ്മൾ അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുക. ആ അച്ചീവ്മെന്റ് ടെസ്റ്റ് അതിപ്പം ടീച്ചർ പറഞ്ഞ സാധനം എനിക്ക് ക്ലിയർ ആയിട്ടില്ല. വാട്ട് എവർ ഇറ്റ് മേ ബി, ഇഫ് ഇറ്റ് ഈസ് മെഷറിംഗ് ദ അച്ചീവ്മെന്റ് ഓഫ് സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ അച്ചീവ്മെന്റ് സർവേ, സീസ് എന്ന് പറയും. അച്ചീവ്മെന്റ് സർവേ, അത് സർവേ ടൂളാണ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് മീൻസ് ആ കുട്ടി എന്ത് നേടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ ഒരു അണ്ടർ എ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ദ ട്രെയിനിങ് വാട്ട് ദേ അച്ചീവ്, അതിനെയാണ് എന്ത് പറയുക? അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുക. ഓക്കെ? അപ്പം ആറ്റിറ്റ്യൂഡ് സ്കെയിൽ വേറെ, അച്ചീവ്മെന്റ് ടെസ്റ്റ് വേറെ. അതായത് ഇപ്പോൾ ആറ്റിറ്റ്യൂഡും അച്ചീവ്മെന്റും തമ്മിൽ നമ്മൾ പരിശോധിക്കുന്നു. സപ്പോസ് എലിസബത്ത് ടീച്ചർ ഒരു സ്റ്റഡി ഇങ്ങനെ എടുക്കുന്നു, അതായത് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഹൈസ്കൂൾ സ്റ്റുഡൻസ് ടുവേർഡ്സ് മലയാളം ലിറ്ററേച്ചർ ആൻഡ് their achievement in മലയാളം ലാംഗ്വേജ്. ഓക്കെ? അതായത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മലയാള സാഹിത്യത്തോടുള്ള ആഭിമുഖ്യവും മനോഭാവവും അവരുടെ പഠനത്തിൽ അവരുടെ അച്ചീവ്മെന്റ് നേട്ടം, പഠന നേട്ടങ്ങളും തമ്മിലൊരു പഠനം നടത്തും. അപ്പം ഈ പഠനം നടത്തുന്ന സമയത്ത് ഈ മനോഭാവം പരിശോധിക്കാൻ, ആഭിമുഖ്യം പരിശോധിക്കാൻ നമുക്ക് റേറ്റിംഗ് സ്കെയിൽ ഉപയോഗിക്കാം. ആറ്റിറ്റ്യൂഡ് ഉപയോഗിച്ചിട്ട് അത് പറ്റും.
അതേ സമയത്ത് ഇവരുടെ അച്ചീവ്മെന്റ് പരീക്ഷയിലുള്ള മാർക്കാണ്, ടെസ്റ്റ് സ്കോറാണ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. Now I think you got the idea. എലിസബത്ത് ടീച്ചറെ, എനിക്ക് റേറ്റിംഗ് സ്കെയിലും പഠന നേട്ടങ്ങളൊക്കെ പിടുത്തം കിട്ടി. പക്ഷെ അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ആക്ച്വലി അവരറിയുന്നതേ. അപ്പൊ ഞാനിത് സാറ് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ പോയത് ഇത് റിസർച്ചിനുള്ളൊരു ടോപ്പിക് പോലെ എൻ്റെ മനസ്സിലേക്ക് വന്നു. കാരണം ഞാൻ ഇപ്പൊ കുറച്ച് നാളായിട്ട് പഠിപ്പിക്കുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അതിനോടുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡും ഒക്കെ അവരുടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇവരുടെ ഈ മനോഭാവങ്ങള്, ആറ്റിറ്റ്യൂഡ് നമുക്ക് ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും രണ്ടും വ്യത്യസ്തമാണ് കേട്ടോ. രണ്ട് വാക്കാണ്. ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ റേറ്റിംഗ് സ്കെയിൽ ഉപയോഗിക്കാം. ആപ്റ്റിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ബാറ്ററീസ് ആണ് ഉപയോഗിക്കുക. ഓക്കെ, ആപ്റ്റിറ്റ്യൂഡ് റേറ്റിംഗ് സ്കെയിൽ അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, ഇനി ഇത് കുറെ, അതായത് എനിക്ക് മനസ്സിലായത് അതിന്റെ നമ്മൾ പ്രാഥമികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ നമ്മൾ. ഇനി ഇതിനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിനെ കുറിച്ചിട്ടൊരു ഹോൾസം ഐഡിയ എലിസബത്ത് ടീച്ചർക്ക് കിട്ടും എന്ന് വിചാരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കിട്ടിപ്പിച്ചു തരാം. യു ഡോണ്ട് ബോദർ. ഓക്കെ ഓക്കെ, താങ്ക് യു. സോ ദിസ് ഈസ് ദ പ്രോസസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻ ദ റിസർച്ച്. ഓക്കെ, ഇനി ഇതിൻ്റെ എന്താണ് ഈ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് സ്റ്റഡീസിൻ്റെ റിലവൻസ് എഡ്യൂക്കേഷൻ്റെ എന്നൊക്കെ ഉള്ളതിനെ കുറച്ച് ലിറ്ററേച്ചറൊക്കെ ഉണ്ട്. അത് പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ ഫീൽഡിനകത്ത് അതിൻ്റെ നാച്ചുറൽ ഫിനോമിന എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കുട്ടികളുടെ പഠനാഭിരുചി, അല്ലെങ്കിൽ അധ്യാപകരുടെ അധ്യാപന രീതിയും, അതുപോലെ അധ്യാപന രീതിയും കുട്ടികളുടെ അധ്യയന നേട്ടവും അത് തമ്മിലുള്ള ബന്ധത്തെ പരിശോധിക്കുന്നു. അല്ലെങ്കിൽ ഏകദേശം നമ്മുടെ മൊത്തം പോപ്പുലേഷനിൽ എത്ര കുട്ടികൾ സ്കൂളിലേക്ക് എത്തുന്നുണ്ട്, ആ സ്കൂളുകളിലേക്ക് പിന്നെ ഒരു ഉദാഹരണത്തിന് ഉച്ചഭക്ഷണ പദ്ധതി, ഈ ഉച്ചഭക്ഷണ പദ്ധതി കൊണ്ട് എത്ര കുട്ടികൾ സ്കൂളിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്, പിന്നെ ഈ ഉച്ചഭക്ഷണ പദ്ധതി കൊണ്ട് അവരുടെ പഠന നിലവാരത്തിലും അതേപോലെ തന്നെ മാനസിക നിലവാരത്തിലും എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ. അപ്പം ഈ വക കാര്യങ്ങൾ, അതേപോലെ എഡ്യൂക്കേഷണൽ രംഗത്ത് നിലനിൽക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട്, വസ്തുതകളെക്കുറിച്ച്, പ്രതിഭാസങ്ങളെക്കുറിച്ച്, പ്രശ്നങ്ങളെക്കുറിച്ച്, ഇതിനെയൊക്കെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ്. അപ്പം അതിൻ്റെ ഇപ്പോൾ ഒരു കോറിലേഷൻ സ്റ്റഡി ആണെന്നുണ്ടെങ്കിൽ ടീച്ചർ ഹോണസ്റ്റ് ആൻഡ് സ്റ്റുഡൻറ് അച്ചീവ്മെൻറ്റ്, രണ്ട് വേരിയബിൾ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുന്നു. എത്രത്തോളം ടീച്ചർ ഹോണസ്റ്റ് ആണ്, അതിനനുസരിച്ചിട്ട് കുട്ടികൾക്ക് ലേണിംഗ് അച്ചീവ്മെൻ്റ് ഉണ്ടോ പരിശോധിക്കുന്നു. അപ്പം നമുക്ക് പറയാൻ പറ്റും, അതെ, ടീച്ചേഴ്സ് ഹോണസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ലേണിംഗ് അച്ചീവ്മെൻറ്റ് എൻഹാൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം അതൊരു റിലവൻറ്റ് റിസർച്ചാണ്. അപ്പോൾ അത് കോറിലേഷനാണ്. ഇനി സർവേ, ഞാൻ നേരത്തെ പറഞ്ഞു, ഉച്ചഭക്ഷണ പരിപാടിയുടെ ഭാഗമായിട്ട് എത്ര കുട്ടികൾ ക്ലാസ്സിലേക്ക് എത്തി, അവരുടെ അതിന് വേണമെന്നുണ്ടെങ്കിൽ പഠന നിലവാരത്തിന് അത് സഹായിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പേരൻസിനെ അത് ഏതെല്ലാം തരത്തിൽ സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സ്കൂളുകളിൽ കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കുട്ടികൾ പഠന നിലവാരം ചില സ്കൂളുകളിൽ ഉയർത്താൻ പറ്റാതിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള നിലനിൽക്കുന്ന വസ്തുതകളെയും പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എഡ്യൂക്കേഷണൽ റിസർച്ച് എഡ്യൂക്കേഷണൽ ഫീൽഡിൽ നടത്തുന്നത്. ഓക്കെ, അപ്പം അത് നിങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഒന്ന് കടന്നു പോവുക. ദെൻ യു നോട്ട് ദ ഇമ്മീഡിയറ്റ് ഡൗട്ട്സ് ആൻഡ് ഇൻഫോം യു. ഓക്കെ, നൗ we will conclude with the experimental research. ഇപ്പോൾ നമ്മൾ കണ്ടത് ഡിസ്ക്രിപ്റ്റീവ് സർവേ റിസർച്ചാണ്.
അല്ലേ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് എക്സ്പെരിമെൻ്റൽ റിസർച്ചാണ്. എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, ഒരു എക്സ്പെരിമെൻ്റ് ആണ് അവിടെ നടത്തുന്നത്. മറ്റേത് നമ്മൾ സർവേ അല്ലേ നടത്തിയത്. ഇവിടെ നമ്മളൊരു എക്സ്പെരിമെൻ്റ് നടത്തുന്നത്. എന്താ എക്സ്പെരിമെൻ്റ് നടത്തുന്നത്? എക്സ്പെരിമെൻറ്റിൻ്റെ സ്വഭാവം എന്താ? പൊതുവെ എക്സ്പെരിമെൻറ്റിൻ്റെ സ്വഭാവം എന്താണ്? ഇപ്പം നമ്മൾ വീട്ടിൽ നടത്താറില്ലേ? നമ്മൾ വീട്ടിൽ നടത്താറുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ വീട്ടമ്മമാർ നടത്തുന്നുണ്ട്. വീട്ടമ്മമാർ എന്ത് ചെയ്യും? വീട്ടമ്മമാര് കുക്കിംഗ്. യെസ്, അതെ, കുക്കിങ്ങിൽ പല എക്സ്പെരിമെന്റ്. അതായത് ഇത് യൂട്യൂബ് നോക്കിയിട്ട് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡിഷ് ഉണ്ടാക്കും അല്ലേ? അപ്പം അതെ, ഭർത്താവും മക്കളും ആയിരിക്കും അതിൻ്റെ ഗിനിപ്പന്നികൾ. അതെ, അപ്പം അവർക്ക് ഈ സാധനം സാധാരണ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനങ്ങളുണ്ട്, ഡിഷ് ഉണ്ട് വൈകുന്നേരങ്ങളിൽ. പക്ഷെ ഇന്ന് നമ്മളൊരു എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് നമ്മളൊരു പുതിയ സാധനം യൂട്യൂബ് നോക്കിയിട്ട് ഉണ്ടാക്കി കൊടുക്കണം അല്ലേ? എന്നിട്ട് മുമ്പുണ്ടായിരുന്ന ഓൾറെഡി നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥ നമുക്കറിയാം. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അവരുടെ അത് മേശപ്പുറത്ത് കൊണ്ടുവച്ചിട്ട് നമ്മളിങ്ങനെ ഒരു നിപ്പുണ്ട് അത് കഴിക്കുന്നത് നോക്കിയിട്ട് അല്ലേ? അതായത് ഭയങ്കര ഒരു ഉദ്വേഗജനകമായ സംഭ്രമാത്മകമായ ഒരു നിമിഷമാണ് അത്. കാരണം എന്താണ് റെസ്പോൺസ് വരിക എന്നറിയാൻ പറ്റും. സി ദിസ് ഈസ് എക്സ്പെരിമെന്റ്. അപ്പോൾ അതെ, ഒന്ന് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും ഉണ്ട്, ഒന്ന് കൺട്രോൾഡ് ഗ്രൂപ്പും ഉണ്ട്. ഓക്കെ, അതായത് നാച്ചുറൽ സെറ്റിങ്സിൽ ഇത് നമ്മൾ ഒരു പദ്ധതി ഉപയോഗിക്കുന്നു, ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ള പദ്ധതി ഉപയോഗിക്കുന്നു. സോ ദിസ് ഈസ് കോൾഡ് എക്സ്പെരിമെന്റൽ റിസർച്ച്. എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പം അതിന് നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരുന്ന സമയത്ത്, എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് കൊണ്ടുവരുന്ന സമയത്തും ഇതുപോലെ തന്നെയാണ്. ഇത്രയുള്ള കാര്യം, എക്സ്പെരിമെന്റലിന്റെ ഡിസൈൻ, സിമ്പിൾ ഡിസൈൻ എന്ന് പറയുമ്പോൾ സപ്പോസ് നമ്മൾ മലയാളം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? മലയാളം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് പണ്ട് നമ്മുടെ രവീന്ദ്ര മാഷ് വളരെ കൃത്യമായിട്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചു തുടങ്ങിയതാട്ടോ. ലോക്കൽ എക്സ്പോർട്സിനെ സ്കൂളുകളിൽ കൊണ്ടുവന്നിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കും. അപ്പോൾ ഇങ്ങനെ കുറേ സാഹിത്യകാരന്മാർ, പോട്ടറി മേക്കേഴ്സ്, ബ്ലാക്ക് സ്മിത്തുകൾ, ഗോൾഡ് സ്മിത്തുകൾ, ഇവരൊക്കെ സ്കൂളിൽ വന്നിട്ട് പഠിപ്പിക്കുന്ന ഒരു രീതി തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ പോയി. അപ്പോൾ ഇവിടെ engagement of local experts, the impact of or effectiveness of the teaching of local experts in the achievement of Malayalam learners. ഇതാണ് ടോപ്പിക് എന്ന് വിചാരിക്കുന്നത്. അപ്പം നമ്മളിവിടെ എന്താ ചെയ്യാൻ പോണത്? 2 ക്ലാസ്സിൽ കുട്ടികളെടുക്കുക, 9A-യിലും 9B-യും എടുക്കുക. അപ്പോൾ 9A-യിലെയും 9B-യിലെയും കുട്ടികളുടെ ഒരു പ്രീ ടെസ്റ്റ് നടത്തുക. ഇതുമായിട്ട് നമ്മുടെ ആ ഒബ്ജക്റ്റീവ്സുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ നിലവാരം എന്താണെന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് 9A-യിലെ കുട്ടികൾക്കും 9B-യിലെ കുട്ടികളും ഒരു നിലവാര പരിശോധന പരീക്ഷ നടത്തുക. അതിൻ്റെ ടെസ്റ്റ് സ്കോറുകൾ നമ്മുടെ കയ്യിൽ വയ്ക്കും. ഇനി ഒരു മാസം ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് 9A-യിലെ കുട്ടികൾക്ക് നമ്മൾ ലോക്കൽ എക്സ്പേർട്സിന് വെച്ചിട്ട് പഠിപ്പിക്കും. ഇനി 9B-യിലെ കുട്ടികളെ നമ്മൾ സാധാരണ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോസ്റ്റ് ടെസ്റ്റ് നടത്തും. എന്നിട്ട് 9A-യിലെ കുട്ടികളുടെയും 9B-യിലെ കുട്ടികളുടെയും അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് സ്കോറുകൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അത് അതിൽ എന്താണ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് മാത്രമാണ് എന്ത് ഒരു എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് കുറേ കാര്യങ്ങൾ, കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ഇന്ന് വരേണ്ടി വന്നു. അപ്പം ടൈപ്സ് ഓഫ് ദ റിസർച്ച് പറഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളുള്ളൂ. നക്ഷലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയം എന്നാണ് ചോദിക്കുക. പിന്നെ ഞാൻ മുമ്പേ നേരത്തെ പറഞ്ഞു, ഏത് ടൂളിനും നമ്മുടെ സർവേ റിസർച്ചുകൾ, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിനകത്ത്
നമ്മുടെ ടൂളുകൾ വാലിഡേറ്റ് ചെയ്യണം, അതിന് റിലയബിലിറ്റി ഉണ്ടാവണം, ആക്യുറസി ഉണ്ടാവണം, ഒബ്ജക്റ്റിവിറ്റി ഉണ്ടാവണം, അങ്ങനെയുള്ള ഗുണഗണങ്ങളൊക്കെ ഉണ്ടാവണം, അതിന് വാലിഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ എക്സ്പെരിമെൻ്റൽ റിസർച്ചിന് അകത്തും നമുക്ക് എന്ത് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്? വാലിഡിറ്റി ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതിന് വേണ്ടുന്ന ഘടകങ്ങളൊക്കെയാണ് ഒന്ന്, നമുക്ക് അതിൻ്റെ ഹിസ്റ്ററി പരിശോധിക്കൽ, മെച്ചുറേഷൻ, അതുപോലെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ പ്രീ ടെസ്റ്റിംഗ്, ഓക്കെ, അതുപോലെ ഉപയോഗിക്കുന്ന മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഇപ്പം ഇത്രയും കാര്യങ്ങളെ കുറിച്ചിട്ടൊരു ധാരണ ഒന്ന് നാളെ വരുമ്പോഴേക്കൊന്ന് വായിച്ചിട്ട് വന്നാൽ നമുക്ക് കുറച്ചും കൂടെ സ്പീഡപ്പ് ആക്കിയിട്ട് പോകാം. അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ മീ ആൻഡ് യു ടു കംപ്ലീറ്റ് ദ എൻ്റയർ പ്രോഗ്രാം. ഇന്നത്തെ എന്തെങ്കിലും കാര്യങ്ങളുടെ സംശയം ഉണ്ടെങ്കിൽ സംശയം ചോദിച്ച് തീർക്കാനുള്ള ഒരു സന്ദർഭമാണ് ഇപ്പോൾ ഇത്. ഓക്കെ, പ്ലീസ്. രേഷ്മ ശശി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നോ? രേഷ്മ ശശി ഉണ്ടായിരുന്നു. ഓക്കെ. ആർക്കും ഒരു സംശയമൊന്നുമില്ല. പറഞ്ഞോളൂ. മുഹമ്മദ് മാഷ് പറഞ്ഞു. ക്രോസ് സെക്ഷണൽ സർവേയും ലോഞ്ചിറ്റ്യൂഡിനൽ സർവേ ആണ് സാറേ. ഇതിൽ ക്രോസ് സെക്ഷണൽ സർവേ ഇപ്പോൾ പിന്നെ സാറ് പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ ഞാൻ പറയുന്നത്, അപ്പോൾ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ക്രോസ് സെക്ഷണൽ സർവേ പറഞ്ഞപ്പോൾ ഒരു സ്കൂളിലെ 9th സ്റ്റാൻഡേർഡിലെ മൊത്തം എടുക്കുന്നത് ക്രോസ് സെക്ഷണൽ സർവേയും 9th സ്റ്റാൻഡേർഡിലെ ഒരു ബാച്ചിനെ എടുത്തിട്ട് അത് വ്യത്യസ്ത മുഹമ്മദ് മാഷിന്റെ ശബ്ദ വോയിസ് ബ്രേക്ക് ആവണോണ്ട് എനിക്ക് ക്ലിയർ ആവണില്ല. ക്രോസ് സെക്ഷനിൽ നിന്നും കിട്ടി, ലോഞ്ചിറ്റ്യൂഡിൽ നിന്നും കിട്ടി. ഞാൻ സംശയം പറയാം. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്, പറഞ്ഞു. എന്റെ സംശയം ഇതാണ്, ക്രോസ് സെക്ഷണൽ സർവേയും ലോഞ്ചിറ്റ്യൂഡിനൽ സർവേ ആണ്. ഇപ്പൊ സാറ് ഞാനിത് വായിച്ചിട്ടില്ല, പക്ഷെ ഇനി വായിച്ചിട്ട് സംശയം നാളെ കൃത്യമായിട്ട് ചോദിക്കുക. എന്നാലും സാറ് പറഞ്ഞ അല്ലെ ഇപ്പോഴും വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. മുഹമ്മദ് മാഷ് ഒരു കാര്യം ചെയ്യോ, മാഷ് നമ്മുടെ മെസ്സേജ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടോ. സാറേ മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ? ഒരു കാര്യം ചെയ്യോ, ഞാൻ മെയിൽ ID തന്നിട്ടുണ്ടല്ലോ, ആ മെയിൽ IDയിൽ മാസ്റ്റർ സംശയം ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാൽ ഞാൻ അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. എനിക്ക് ആകെ കിട്ടിയത് ഇത്രയേ ഉള്ളൂ. അതായത് ക്രോസ് സെക്ഷണൽ സ്റ്റഡീസിനെ കുറിച്ചും ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡീസിനെ കുറിച്ചാണ് സംശയം എന്ന് തോന്നുന്നു. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പാരലായിട്ട് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിന് അകത്ത് നടത്തി പോകുന്നതിനാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡീസ് എന്ന് പറയുക. ക്രോസ് സെക്ഷൻ എന്ന് പറയുന്ന സമയത്ത് പല സെക്ഷനിലേക്ക് ക്രോസ് ചെയ്ത് പോകുന്നു. ഇപ്പം ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ്, ഞാൻ ഈ ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് കുറേ പരിചിതമാവുന്നതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വാർ, ഓക്കെ, ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വാർ. അപ്പം അത് നമുക്ക് കുട്ടികളിൽ നിന്ന് എടുക്കാം, പ്രൊഫഷണൽസിൽ നിന്ന് എടുക്കാം, അതേപോലെ പെസൻസിൽ നിന്ന് എടുക്കാം. അപ്പോൾ വിവിധ സാമ്പിൾ, ഇത് മൾട്ടി ക്ലസ്റ്റർ സാമ്പിൾ എടുത്തിട്ട് നമ്മൾ പറയുമ്പോൾ അതിനെ ക്രോസ് സെക്ഷൻ എന്ന് പറയാം. അതേപോലെ തന്നെ വേരിയബിൾസ്, ഇപ്പോൾ വാർ ആൻഡ് പീസ് അല്ലെങ്കിൽ ഡിപ്ലോമസി, ഈ 3 മൾട്ടിപ്പിൾ വാരിയബിൾസിനെ വെച്ചിട്ട് പരിശോധിക്കുകയാണെന്ന് വിചാരിക്കൂ, അതും ക്രോസ് സെക്ഷണൽ റിസർച്ചാണ്. ഇനി ബാക്കി എന്താണെന്ന് ക്ലിയർ ആവാത്തത് കൊണ്ട് മുഹമ്മദ് മാഷ് എൻ്റെ മെയിലിലേക്ക് അയക്കൂ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ജിലു വർഗീസ് കൈപ്പൊക്കിയിട്ടുണ്ട്. ജിലു ടീച്ചറെ എന്താണ് സംശയം, പറയൂ. സാറേ ഞാൻ ആദ്യം ഫേസ് ചെയ്തതായിരുന്നു, സംശയമായിട്ട് ചോദിച്ചതല്ല. ഓക്കെ. ഇന്ന് ആരും ഒന്നും മിണ്ടല്ലോ. ഇന്ന് എലിസബത്ത് ടീച്ചർ മിണ്ടി, റഹ്മത്ത് ടീച്ചർ മിണ്ടി, ജിലുവിനോട് ചോദിച്ചപ്പോൾ മിണ്ടി. വൈനിക ഒന്നും മിണ്ടല്ലോ. നീലിമ, വൈ ആർ യു കീപ്പിംഗ് മം? ഇല്ല സർ, ഞാൻ സംസാരിച്ചിരുന്നു സർ. ആണല്ലേ, ഓക്കെ. വൈനിക, സർ ഇന്ന് സംശയങ്ങളൊന്നും ഇല്ലേ?
എനിക്ക് ടെക്സ്റ്റ് ഒന്നും വായിക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് സംശയങ്ങളൊന്നും ഇല്ല. ടെക്സ്റ്റ് വായിച്ചാലേ ഡൗട്ട് വരുള്ളൂ. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ സാഹചര്യങ്ങൾ വളരെ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂള്, നിങ്ങളുടെ ജോലി, അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന വീട്ടിലെ പണി, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ ഇറ്റ് ഈസ് യു ആർ ഫേസിങ്, യു ആർ സ്ട്രഗിളിങ് ടു ഫൈൻഡ് ടൈം ടു ഗോ ത്രൂ ദിസ് തിങ്. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്, കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. എന്നാലും ഒരു കാര്യം ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇപ്പോൾ കിട്ടുന്ന സമയത്തൊക്കെ വായിക്കുക. ഇനിയിപ്പോൾ എന്തായാലും ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ 4 ദിവസം കിട്ടുന്നുണ്ട്. ഈ 4 ദിവസത്തിൽ വിജയദശമി കൊണ്ട് ഒക്കെ പൂട്ടി വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ആ പൂജയ്ക്ക് വെക്കണ ആ കറക്റ്റ് സമയം മാത്രം മതി. ബാക്കിയുള്ള സമയത്ത് നിങ്ങൾ ഇതിലൊക്കെ ഒന്ന് വായിക്കുക. വായിച്ചിട്ട് അതിൻ്റെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അതിൽ എല്ലാ ക്വസ്റ്റ്യൻസും, സംശയങ്ങളും മുഴുവൻ ക്രോഡീകരിച്ച് റെഡിയാക്കിയിട്ട് എനിക്ക് മെയിൽ ചെയ്യും. ഓക്കെ ഓക്കെ സർ. സർ കുറച്ച് സൗണ്ട് കുറച്ച് വെക്കൂട്ടോ. സൗണ്ട് കുറച്ച് കുറവായിട്ട് എൻ്റെ സൗണ്ട് കുറവാണോ? എനിക്ക് ഫീൽ ചെയ്യുന്നത്. എല്ലാവർക്കും ഉണ്ടോന്ന് അറിയില്ല. ഞാൻ കേൾക്കുന്നത്. കുറച്ചും കൂടെ കൂട്ടുന്നത് നന്നായി. മൈക്ക് ദൂരെ ആയതുകൊണ്ടാണ് തോന്നുന്നു. മൈക്ക് ദൂരെ ആയതുകൊണ്ടല്ല. ഞാൻ ഇന്നലെ പ്രശ്നം ഉണ്ടായിരുന്നോ? ഇന്നലെ ആ പ്രശ്നം ഉണ്ടായിരുന്നോ? ഫസ്റ്റ് ക്ലാസ് തൊട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ മാത്രം പ്രശ്നമാണെന്ന് വിചാരിച്ചായിരുന്നു. അപ്പൊ ഇന്ന് വൈനിക പറഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് എല്ലാവർക്കും പ്രശ്നമുണ്ട് ആണല്ലേ? അപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ പറയണത് കൃത്യമായിട്ട് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കുറച്ച് ക്ലാരിറ്റി ഉണ്ട് സർ. ഇപ്പൊ കുറച്ചും കൂടെ ഓക്കെ. ഞാനൊരു കാര്യം ചെയ്യാം, മൈക്ക് കുറച്ചും കൂടെ വായോട് ചേർത്ത് വെച്ചിട്ട് അടുത്ത ക്ലാസ് മുതൽ പറയാം. ഓക്കെ, സോ ഷാൽ വി കൺക്ലൂഡ് നൗ? ഞാൻ ഇന്ന് വീട്ടിലല്ല ഇരിക്കുന്നത്, ഞാൻ ഇന്ന് കോളേജിലാണ്. കാരണം കുറച്ച് നാളായിട്ട് ഞാൻ I was outside in some of other universities in Bangalore, Mysore, Davangere. അപ്പോൾ അവിടെ സെഷനുകളായിരുന്ന കാരണം കൊണ്ട് ഞാൻ ഇവിടെ വന്നു. എൻ്റെ ഇപ്പോൾ ഇവിടെ ഫയലെട്ടി കിടക്കാം. അപ്പോൾ അതുകൊണ്ട് ഇന്നും നാളെയും ഇപ്പോൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, സോ പറഞ്ഞ പോലെ ചെയ്യൂ, മെയിൽ ചെയ്യൂ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ. കാരണം ഇതിൻ്റെ രീതി അനുസരിച്ചിട്ട് ലിമിറ്റഡ് ടൈമിനകത്ത് തീർക്കണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. മോളെ ഞാനത് മെസ്സേജ് ബോക്സിൽ ഇട്ടിട്ടുണ്ടല്ലോ. കണ്ടില്ല സർ, നേരം ബസ്സിലായിരുന്നു. ഇത് ഇപ്പോഴും മെസ്സേജ് ബോക്സിൽ കിടക്കുന്നുണ്ട്. ഒന്നുകൂടെ പറഞ്ഞുതരാം. DEV ദേവ്, DEV ദേവ്, KOCH കോച്ച്, ദേവ് കോച്ച് @gmail.com, അല്ലെങ്കിൽ ഡോക്ടർ ദേവാനന്ദൻ എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനവും കിട്ടും. ഓക്കെ, എൻ്റെ ഇമെയിലും ഫോൺ നമ്പറും ഒക്കെ. നമ്പർ ഞാൻ ആർക്കും കൊടുക്കാറില്ല, അത്ര നിർബന്ധമാണെങ്കിൽ. അതുകൊണ്ട് ഞാൻ ഇമെയിൽ തന്നത്. അല്ലെങ്കിൽ വാട്സപ്പിൽ കൂടെ ഒക്കെ ചെയ്യാലോ. വാട്സപ്പിൽ തന്നെ അനവധി ഗ്രൂപ്പുകളാണ്, രക്ഷയില്ലാത്തതുകൊണ്ടാണ് മോളെ കേട്ടോ. നിങ്ങൾ അതുകൊണ്ട് മെയിൽ ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് ഗുഡ്. ഇനിയിപ്പോ പറഞ്ഞു പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കിട്ടുന്നു. ഓക്കെ, ശരി, ബൈ, ഗുഡ് നൈറ്റ്. Thank you, sir. താങ്ക് യു സർ. Thank you, sir. താങ്ക് യു സർ. താങ്ക് യു സർ.